ഹൗ എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ. കട്ട് ടു 2002 ഓർമ്മയുണ്ടോ മഞ്ജു? നമ്മൾ ഒരുമിച്ച്. കറക്റ്റ്. എന്താണെന്നറിയോ മോളെ, ജാനി അല്ലെങ്കിൽ ദയ, മഞ്ജു രാവിലെ 7:45 SUT ഹോസ്പിറ്റൽ തിരുവനന്തപുരം, മദർ ആൻഡ് ബേബി അല്ല SUT ഹോസ്പിറ്റൽ മദർ ആൻഡ് ബേബി. അതിന് തൊട്ട് പിന്നാലെ ഞാൻ. ഇവക്ക് 7:30 എനിക്ക് 7:45 അപ്പോയിൻമെൻറ്റ്. ആരുടെ അടുത്തെന്നറിയോ? ഗൈനക്കോളജിസ്റ്റ് അടുത്ത്. ഷീ വാസ് ക്യാരിയിങ് യു, ഐ വാസ് ക്യാരിയിങ് അവൻ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡോക്ടറെ അടുത്ത് നിന്ന് ഇങ്ങനെ നമ്മുടെ മാലാ പർവ്വത അമ്മയാണ് ഡോക്ടർ ലളിത. ഇവിടെ ബെസ്റ്റ് ഡോക്ടേഴ്സ് അവരില്ലപ്പോൾ. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ ദൈവമേ 23 കൊല്ലായി. നമ്മൾ ആ സമയത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഞാനുണ്ട്, രേഖയുണ്ട്, ചിപ്പി ഉണ്ടായിരുന്നു, പ്രവീൺ ഉണ്ടായിരുന്നു, അഞ്ജിത ഉണ്ടായിരുന്നു, വേറെ കൂട്ടപ്രസവമായിരുന്നു. അപ്പൊ അതോടെ സി ലുക്ക് അറ്റ് ഇതല്ലേ നമ്മുടെ മുമ്പിൽ. എനിക്ക് തോന്നുന്നു രേഖയുടെ മാത്രമേ ഉള്ളൂ ആണോ ഇത്, ബാക്കി ഞങ്ങൾക്ക് എല്ലാം പെൺകുട്ടികളാണ്. കറക്റ്റ്, അതാണ്. അപ്പോൾ ഈ ഒരു ആദ്യം മോളോട് ചോദിക്കട്ടെ, മഞ്ജുനോട് ഞാൻ മഞ്ജു നമ്മളൊരു ഇന്റർവ്യൂ ഇല്ല ചെയ്തിട്ടില്ല. സി വിള് വരേണ്ടി വന്നു. അല്ലാതെ എനിക്ക് സമയമില്ലാത്തോണ്ടല്ല. അല്ല അത് കലക്കി ഇങ്ങനെ ഈ എന്താ പറയാ ചിരി കുടുക്കുകയാണ് അമ്മ അല്ലേ. മഞ്ജു പിള്ള എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു എന്നാൽ സീരിയസ് ആണോ സീരിയസ് ആണ്, കാര്യം പറയും, എന്നാൽ തമാശയ്ക്ക് തമാശ, എല്ലാത്തിനും കൂടി ഒരു ഓൾറൗണ്ടറാണ് അമ്മ. സോ മകളുടെ കണ്ണിൽ കൂടെ അമ്മയെ കാണുമ്പോൾ ഈ ഒരു പല പാരൻറ്റിങ്ങിലും കണ്ടുണ്ടാവും. സോ ദയ എങ്ങനെയാണ് അമ്മയെ കാണുന്നത്? സ്വന്തം അമ്മയെ നമുക്കറിയാം, പക്ഷേ റിലേഷൻഷിപ്പ് എങ്ങനെ അതിങ്ങനെ മുന്നോട്ടേക്ക് പോയത്? ഐ തിങ്ക് അമ്മയും പണ്ട് ഭയങ്കര ഒരു കൺസർവേറ്റീവ് പണ്ട് ചെറുപ്പത്തിൽ ടൈപ്പ് ആയിരുന്നു. ബിക്കോസ് യുനോ ഹൗ അമ്മൂമ്മ അങ്ങനെ വളർന്നു, അമ്മൂമ്മയുടെ അമ്മ യുനോ. ബട്ട് വൺ പോയിന്റ് അമ്മ വാസ് ലൈക്ക് എനിക്കും മാറണം, ഞാനും ജനറേഷൻ്റെ കൂടെ മാറാൻ സമയമായി. അതുകൊണ്ട് ഐ തിങ്ക് ആഫ്റ്റർ വൺ പോയിന്റ് ഐ ഫെൽ ലൈക്ക് എനിക്ക് എന്തും പറയാൻ ഉള്ള പേടി എന്തിനാന്ന് തോന്നി, ലൈക്ക് ഒരു പേടിയില്ല. സോ ആ ഒരു പേടി പോയി റെസ്പെക്റ്റായി. ആ റെസ്പെക്റ്റ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു, ബട്ട് ആ പേടി മാറി റെസ്പെക്റ്റ് ആയി. റെസ്പെക്റ്റ് മാറി ഇങ്ങനെ കയറി അത് ഫ്രണ്ട്ഷിപ്പായി മാറി. സോ അത് ഇടയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലൈക്ക് ശ്രീലക്ഷ്മിയാണ് അമ്മ, പക്ഷെ ഇടയ്ക്ക് ഭദ്രകളിയാവും എൻ്റെ അമ്മ. അത് ഞാൻ തന്നെ കാരണം അല്ലേ. സോ വാട്ട്സ് ദ മാറ്റർ ഡാർലിംഗ് എന്ന് എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 32 പല്ല് ഡയലോഗ് കിട്ടിയിട്ടുണ്ട്. പോലെ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ചവിട്ട് വെച്ചൊന്നാണ്ടല്ലോ എന്ന് ചോദിക്കും ഞാൻ. അതാണ് ഞാൻ പറയാം, അത് മറ്റേ 30 അടിയൊന്നുമല്ല, 32 പല്ലൊന്നും അല്ല, അല്ല ചവിട്ടാണ്. ചവിട്ട് വെച്ച് തന്നാൽ ഈ വീട്ടിലിരിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് താങ്ക് യു സോ മച്ച് എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഈ ഫ്ലാറ്റ് എടുത്തതിന് ശേഷം അല്ല അതിന് മുമ്പൊരു FM-ൻ്റെ ആൾക്കാർ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഇങ്ങനൊരു വീഡിയോ ഇന്റർവ്യൂ ആദ്യമായിട്ട്. താങ്ക് യു സോ മച്ച്, ദാറ്റ്സ് എക്സ്ക്ലൂസീവ് ആൻഡ് താങ്ക് യു. അത് മോളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷമായി. ഞങ്ങളും ആദ്യത്തെ ഇന്റർവ്യൂ നമ്മൾ വർത്താനം മിക്കവാറും ദിവസം പറയും ഇല്ലേ, നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ പ്ലെയിനിൽ വെച്ച് കാണും. പക്ഷേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടാടെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പുതിയ വീടേ, ദാറ്റ്സ് എ തിങ് യുനോ, വെൻ തൻ്റെ സിനിമയും ഹോമാണ്. ഈ ഹോമിലേക്ക് എത്തുമ്പോൾ വാട്ട് ഈസ് എ ന്യൂ തിങ്സ്, ഒരു തൻ്റെ ഈ തിരക്കിലൊരു വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട് മേടിക്കുമ്പോഴുള്ള ടെൻഷൻസ് കുറേ ഉണ്ടാവും. അതെങ്ങനെയായിരുന്നു? മോളുടെ കൂടെ ആയിരുന്നു അതോ തനിയായിരുന്നു? എല്ലാം ഇല്ല, ഞാൻ ഈ വീട് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ അവള് ആക്ച്വലി ഇറ്റലിയിലായിരുന്നു പഠിക്കായിരുന്നു. ഞാൻ ഈ ഫ്ലാറ്റ് എടുക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം. അതായത് നമ്മൾ ഏൺ ചെയ്ത പൈസയിൽ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു സേവിങ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു വേണം. ഇപ്പം അച്ഛൻ ഉണ്ടാക്കിയ വീട് ഉണ്ട്, എൻ്റെ ബ്രദറിൻ്റെ പേരിലാണ്, പക്ഷേ എങ്കിൽ പോലും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ. അപ്പം അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ബിൽഡിംഗ് തന്നെ ഞാൻ വന്ന് നോക്കിയിട്ട് 17th ഫ്ലോറിൽ CVO ആണ്, ഇത് CVO ആണ്. അപ്പോൾ അവിടെ പോയി നോക്കി. അപ്പം എനിക്ക് നല്ല ഹൈ റേറ്റ് ആയിരുന്നു. സോ എനിക്കിത് വാങ്ങിക്കാൻ പറ്റുമോ, എന്താവും എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഞാൻ പോയിട്ട് വിളിച്ചു പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന ബിൽഡേഴ്സാണ് ഇവർ, കോണ്ടോറിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റില്ല, വേണ്ട. ഓക്കെ മഞ്ജു, നമുക്ക് നോക്കാണ്ട് തൊട്ടപ്പുറത്തൊക്കെ ടവർ വരുന്നുണ്ട്, സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ കൺവിൻസിങ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം തോന്നി പിന്നെയും ഇല്ല, അത് പോയി എടുക്കണം. കാരണം എടുത്ത് എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിത് വിൽക്കാം, പക്ഷെ എനിക്കിത് വേണം എന്നുള്ള തിരിച്ചു വന്നപ്പോൾ 17th ഫ്ലോറിൽ പോയി. അതിന് താഴെ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. താഴെ വന്ന് നോക്കിയപ്പോഴേക്കും CVO ഇത്രയേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ല. മറ്റേത് ഇങ്ങനെ കാണാൻ നമുക്ക്, ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പം തെങ്ങാണ്, അതെ, നല്ല ഗ്രീനറിയാണ്, പക്ഷെ കാണാൻ പറ്റും കുറച്ച്.
അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഡിംപിളിൻ്റെ അറിയില്ലേ, ഡിംപിള്, മായ, ദേവി, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, ലതീച്ചി അറിയാലോ. അപ്പോൾ ഞങ്ങൾ ഫുൾ ഗ്യാങ് ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടാണ് ഫ്ലാറ്റ് നോക്കുന്നതും ഇത് നോക്കുന്നത്. അപ്പോൾ അവർ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിളാണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ CV ഇല്ല, ഇപ്പോൾ എടുക്കണ്ട. ഡിംപിളിന് ദേഷ്യം വന്ന് ഡിംപിൾ പറഞ്ഞു, നിനക്ക് കടൽ കാണാൻ തോന്നുമ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിക്കാം, ഇപ്പോൾ തൽക്കാലം ഇതിലങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. ടിപ്പിക്കൽ ഓഫ് ഡിംപിൾ. കടൽ കാണാൻ തോന്നുമ്പോൾ എൻ്റെ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ട് കാണിക്കാം, തൊട്ടടുത്തല്ലേ ബീച്ച്, ശംഖുമുഖം, പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ അവളുടെ ഒരു ഇതിലാണ് ഞാൻ ഇതിന് അഡ്വാൻസ് കൊടുത്തത്. പക്ഷേ ഞാൻ ഈ ഒരു ബാൽക്കണി ഉണ്ടല്ലോ, ഈ ബാൽക്കണി കണ്ടിട്ടാണ്, ഈ ബാൽക്കണി ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു 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 ഭയങ്കര പ്രൈവസി ഉള്ള സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി, നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാനും. അപ്പോൾ അങ്ങനെ അത് കണ്ടു. പിന്നെ എൻ്റെ ചിന്ത, ഇതിനെ മാറ്റി എങ്ങനെ നമുക്കൊരു ഒരു 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 നോർമൽ ബാൽക്കണിയെക്കാട്ടിലും വേറൊരു മനോഹരമാക്കാൻ തോന്നി. കുറേ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവരും ഉണ്ട് എൻ്റെ കൂടെ, ട്രാവൽ ചെയ്ത് ഇതിനെ എന്താക്കാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ബുദ്ധൻ്റെ ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചതാണ്. കൊച്ചിയിലുള്ള ഒരു സ്റ്റോണിൻ്റെ ആൾക്കാരായിരുന്നു, അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചു. ചെറുതായിരുന്നു, എനിക്ക് വലുത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ വലുതാക്കി അവർ അവിടെ നിന്ന് പണിത് അവിടെ നിന്ന് വരുത്തിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ടൈൽസ് മാറ്റി. പിന്നെ പതുക്കെയാണ് ഞാൻ അവിടെ ആ ചെയർ ഇട്ടത്, ഈ ഒരു ദിവാൻ ഇതിട്ടത്. അങ്ങനെ പയ്യെ എന്താ ചെയ്യാൻ നോക്കി. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ കോണ്ടോറിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തത്. ഡിസൈൻസ് ഞാനും അവരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ചെയ്തിരിക്കുന്നത്. പ്രോമിസ് കൊടുത്ത് എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഇവിടെ വരും, 2-3 ദിവസം നിൽക്കും, എല്ലാ വീഡിയോ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ വീഡിയോ കണ്ട് ഡിസൈൻ ചെയ്യും, വരയ്ക്കും, ഇവിടെ ഇത് വേണം ഇത് വേണം ഇത് വേണം. അങ്ങനെ ഓരോ ദിവസം വിളിച്ചിട്ട് പറയും, നമുക്ക് അവിടെ അത് കൊടുത്താലോ എന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ മറ്റേ പിൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് പറയും, അല്ല നമുക്ക് ഇവിടെ അത് കൊടുക്കാം. അങ്ങനെ 4-5 പ്രാവശ്യം കളർ തീമൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആ കൊച്ചു പറഞ്ഞ്, എൻ്റെ പൊന്ന് മാഡം പിൻട്രസ്റ്റിൽ കയറി നോക്കാനായിരിക്കും. മോളുടെ എന്താണ് ഇതിൽ ഇൻവോൾവ്മെന്റ്? അവളുടെ അടുത്ത് ഞാൻ അവളുടെ അടുത്ത് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഞാൻ അവളുടെ റൂം ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ നിന്റെ റൂമിൽ ഏത് പെയിന്റ് അടിക്കേണ്ട കളറ്. അപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ ആക്ച്വലി അമ്മയുടെ ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇറ്റ്സ് യുവർ ഹോം അമ്മ, ഡു വാട്ട് എവർ യു വാണ്ട് അമ്മ എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും കളർ പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് സജസ്റ്റ് ചെയ്തൊരു ബ്ലൂ ഇതാണ്. പക്ഷെ നോർമൽ ബ്ലൂ അല്ലാതെ എന്താ കാരണം അങ്ങനെ ഇറ്റ്സ് യുവർ ഹോം എന്ന് പറയാൻ? നോ, ഇറ്റ്സ് ആർ ഹോം. പക്ഷെ എനിക്കറിയാം അമ്മയുടെ എൻ്റെ റൂം ഭയങ്കര വേറെ എസ്തറ്റിക് ആയിരിക്കും. അതെൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. ഞാൻ മറ്റേ ബൊഹീമിയൻ സ്റ്റൈൽ, ഫയർഫ്ലൈ ലൈറ്റ്സും കുറേ വൈനൽ റെക്കോർഡ്സൊക്കെ അതൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്തപ്പോൾ ഇതൊന്നും ചേരില്ല, ഇതൊന്നും നമ്മുടെ ലിവിങ് ഏരിയ ചേരില്ല. അപ്പോൾ എല്ലാം ഇറ്റ്സ് കണക്റ്റഡ് ടു ദിസ് ഏരിയ. ഇത് സമ്മതിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തു, ഞാൻ വന്ന് കഴിഞ്ഞോളം ചെയ്തു. അപ്പം തന്നെ എന്നോട് പറഞ്ഞു, അവിടെ ഫ്ലോറൻസിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ അവൾ പറഞ്ഞായിരിക്കും എൻ്റെ റൂം ഞാൻ മാറ്റും. I want to redecorate. ഞാൻ അഡീഷൻ്റെ പെയിന്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മൈ ഇൻവോൾവ്മെന്റ്. ഇത് പെയിന്റ് ചെയ്യും അല്ലേ? എവിടുന്ന പെയിന്റിങ് തുടങ്ങിയത്? സുജിത്ത് പെയിന്റ് ചെയ്യും. ഓക്കെ. സോ പെയിന്റിങ് എങ്ങനെയാ? അതൊരു പലർക്കും പലതാണ്. പെയിന്റിംഗ് എന്ന് പറയുന്നത് ചിലർക്ക് അതൊരു ഭയങ്കര ഒരു തെറാപ്പി മാതിരിയാണ്, ചിലവർക്ക് അതൊരു എന്താ പറയുക സ്പാർക്കാണ്, ഇപ്പോഴത്തെ ചെയ്യാം. അപ്പോൾ എങ്ങനെയായിരുന്നു അത് തുടങ്ങി? എനിക്ക് അറിയില്ല, ലൈക്ക് ഞാൻ പഠിച്ചിട്ടില്ല പെയിൻറ്റിങ്. അച്ഛനും പഠിച്ചിട്ടില്ല. ബട്ട് അച്ഛന് ആസ് എ സിനിമാറ്റോഗ്രാഫർ കളറിനോട് ഭയങ്കര താല്പര്യമുള്ളതും കളർ വിഷ്വൽസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും, അത് നൈസാണല്ലോ ആ ബ്ലൂ ഷെയ്ഡ് അവിടെ കൊടുത്ത്. അപ്പോൾ ഞാൻ പോയി കുളവാക്കും. ബട്ട് സ്റ്റിൽ ഞാൻ അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഐ തോട്ട് വൈ നോട്ട് ഐ ട്രൈ. സോ ഞാനും അമ്മയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് കുറച്ച് കളേഴ്സൊക്കെ മേടിച്ച് വൺസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ വെൻ ഐ എം ലൈക്ക് റിയലി ഡൗൺ ആൻഡ് വെൻ ഐ ഫീൽ ലൈക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഐ ഡോണ്ട് ഹാവ് ദ പുഷ്, അപ്പോൾ ഞാൻ ആദ്യം പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നല്ല സമയം എടുക്കും ഒന്ന് പെയിൻറ്റ് ചെയ്ത് വരാൻ. പക്ഷെ വൺസ് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഐ ക്യാൻ ഡു എവറിത്തിങ് എൽസ്. ദാറ്റ്സ് മൈ പുഷ്. പെയിൻറ്റിങ് രാത്രിയിലൊക്കെ ഇന്നലെ ഞാൻ കൊച്ചിയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ രാത്രി ഫുൾ ഇരുന്നിട്ട് പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ഇതാണല്ലേ നല്ലത്. ഇരിക്കുമ്പം അങ്ങ് ഇരുന്ന് പെയിന്റ് ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ. ഇറ്റലിയിൽ പഠിച്ചത് ഡിസൈൻ ആണോ? സ്റ്റൈലിംഗ്. അമ്മ സ്റ്റൈൽ ചെയ്യാറുണ്ടോ? യെസ്. ഇന്ന് ഡ്രസ്സ് മാറ്റിച്ചതാണോ അതോ എന്താണ്? സാധാരണ ഞാൻ ഇതേ പ്രായത്തിലുള്ള ഒരു അമ്മയാണല്ലോ, ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് ഡ്രസ്സിങ്ങിൽ? കേൾക്കട്ടെ. ഞാൻ ഏറി കയറും. ബട്ട് ഓക്കെ, ഐ തിങ്ക് അമ്മയും പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, ഈ അമ്മയെ പറഞ്ഞിട്ട് ഞാൻ അമ്മയിലേക്ക്. അമ്മയ്ക്ക് എപ്പോഴും ഞാൻ പറയാം അമ്മയടുത്ത്, സ്ലീവ്ലെസ് ഇട്ട് തുടങ്ങിക്കോ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. പീപ്പിൾ സേ എവറിത്തിങ് ദേ വാണ്ട്,
പക്ഷേ ചൂടത്തൊക്കെ ഞാനും അങ്ങനെ സീരിയസ് ആണല്ലോ, ബട്ട് ചൂട് നമ്മൾ വേർത്തുറങ്ങുമ്പോൾ ഒബ്വിയസ്ലി സീരിയസ് ആയി പോവും. ലൈക്ക് ഈ എസ്പെഷ്യലി ഇറ്റലിയിലാകുമ്പോൾ അമ്മ ഫ്രീ ആണ്. അമ്മ പറയും അയ്യോ ഇവിടെ ആർക്കും അറിയില്ല മഞ്ജുപ്പിള്ള ആരെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ട്രൈ ഇവിടെ. അപ്പോൾ അമ്മ പറയും ഇറ്റ്സ് എ സൊസൈറ്റി. ഐ മീൻ യെസ്, സൊസൈറ്റി ഇപ്പോൾ പറയാത്ത പോലെ നമ്മൾ എന്തിട്ടാലും സൊസൈറ്റി വിൽ സേ സംതിങ്. സോ ഐ ടെൽ ഹെർ ലൈക്ക് ഫസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ ബോഡി. അപ്പോൾ അമ്മ കഷ്ടപ്പെട്ടാണ് ഈ ഡയറ്റിങ് ചെയ്തിട്ടാണ് ഈ മെലിഞ്ഞത്. വൈ നോട്ട് ലൈക്ക് ഷോ ഇറ്റ് ഓഫ്, ബി പ്രൗഡ് ഓഫ് ഇറ്റ്. അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. പിന്നെ അമ്മ വാസ് ലൈക്ക് ഇറ്റ്സ് അൺകംഫർട്ടബിൾ, ഐ കാൺ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഐം ലൈക്ക് ഓക്കെ ഫൈൻ, സ്ലീവ്ലെസ് ഇടാതെ നമുക്കതനുസരിച്ച് നമുക്ക് കുർത്തയെന്ന് മാറിയ ഡ്രസ്സിലേക്ക് ആവാം, നമുക്കത് ബോഡിക്ക് അനുസരിച്ച് വിൽ ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മെലിഞ്ഞ് വെൻ ഷീ ഹാസ് ദ കോൺഫിഡൻറ്റ്, ഐ തിങ്ക് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് ആവാതെ ഇച്ചിരി ആ കാഫിന് നീ താഴെ വരായി അപ്പോൾ കുറച്ച് എയറൊക്കെ കയറും. അതെ, അല്ല പറഞ്ഞതൊക്കെ സത്യങ്ങൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അല്ല ആക്ച്വലി എൻ്റെ മെലിയുമ്പോഴും എൻ്റെ കൈക്ക് എനിക്ക് ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ഈ കൈക്ക് കുറച്ച് തടിയുണ്ട്, പക്ഷെ ഇപ്പം ഇല്ല, ഇപ്പം അത് പോയി. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്, ഇതാ കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. എനിക്ക് ഈ സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ത്രീകളും ഞാൻ സാരി എടുക്കില്ല, ഇത് പേടിച്ചിട്ടാ. കുത്തപ്പിനാറ് സാരി എടുത്ത മാതിരി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. എന്തിനാ പുരിവാരി തട്ടിത്തടഞ്ഞ് വീഴുകയും ചെയ്യും. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അമ്മയെ പറ്റി പറഞ്ഞില്ല. ഞാൻ ഈ സീരിയസ്നെസ് തന്നെ പറഞ്ഞ പാൻറ് ഇങ്ങനെ അതെ കമ്മിങ് ടു ദ പോയിന്റ്, കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവും. അതൊരു ടെൻഷൻ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഗദ എന്നെ വിളിപ്പിച്ച് എൻ്റെ കയ്യിന് വേണ്ടിയിട്ട് രേഖ ഹാസ് ഗോട്ട് 4 thighs എന്നാ പറയാം എൻ്റെ ഫ്രണ്ട്സ്. 4 thigh അത്ര തടിയുണ്ട്, പക്ഷെ അത് ഈ പാരമ്പര്യമാണ്. അതെ, എക്സസൈസ് ചെയ്താൽ പോയിരിക്കും, പിന്നെ പറഞ്ഞിപ്പോൾ കാര്യമൊന്നുമില്ല. അതല്ല, ഈ എപ്പോഴും മഞ്ജുവിനേക്ക് തോന്നുന്നു, മഞ്ജു എന്തെല്ലാം ഡിജിറ്റൽ റെവല്യൂഷൻ വന്നിട്ടുണ്ടോ, വലിയ ടെലിവിഷൻ തൊട്ട് ചെറിയ ഫോൺ തൊട്ട് സിനിമ തൊട്ട് OTT തൊട്ട് എല്ലാത്തിലും മഞ്ജു ഉണ്ട് അല്ലേ? ഞാൻ പ്രായമായിട്ടല്ല പറഞ്ഞത്, ദാറ്റ് ഈസ് എ ഭാഗ്യമാണ് ഉടനീളം നിൽക്കാൻ പറ്റുക എന്നുള്ളത്. അതെ, കറക്റ്റ്. ആൻഡ് അതിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഒരു പിവറ്റൽ പോയിന്റ് ഉണ്ടായിരുന്നു മഞ്ജു. അതായത് ഇതായിരുന്നു, അതൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഒരു ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷെ അത് പിന്നീട് അതൊരു ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായിട്ട് അത് നേരെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം? അല്ല, അങ്ങനെ ഞാൻ വീഴാൻ ബൈ ചാൻസ് ഞാൻ വീഴാൻ പോയിട്ടില്ല. ഞാനായിട്ടെടുത്ത തീരുമാനങ്ങളേ ഉള്ളൂ. അതിപ്പം ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാനായിട്ടെടുത്ത തീരുമാനങ്ങളേ ഉള്ളൂ. അതിപ്പോൾ ഷൂട്ട് ഞാൻ പീക്കിൽ നിന്ന സമയത്താണ്, ഞാൻ ഐ മീൻ മൂവിയിലല്ല സീരിയൽസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ മോളെ പ്രഗ്നൻ്റായി ഡെലിവറി വരെ ഞാൻ അഭിനയിച്ചു. 8 മാസാവസ്ഥ. അത് മറ്റേ ഉപ്പുമുളകോ? അല്ല, ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൽ ഞാനും ജഗദീഷ് ചേട്ടനും കൂടെ വന്നൊരു സബ്ജക്റ്റ് അന്ന് കൈരളി ചാനലിൽ ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് വന്നിരുന്നു. ആ ഡെലിവറി സമയത്താണ് ഞാനത് നിർത്തിയിട്ട് പിന്നെ മോൾക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഗെയിൻ ഗോപി സാർ, ആർ ഗോപിനാഥ് ഡയറക്ടർ, ഗോപി സാർ എന്നെ വിളിച്ചിട്ട് നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് ചാനൽ മാറി ഏഷ്യാനെറ്റിലേക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് പോയത്. അതെനിക്ക് തോന്നുന്നു എനിക്കൊന്ന് 6-7 വർഷം അത് പോയെന്ന് തോന്നുന്നു. അത് ചെയ്തു. ഞാനല്ലാതെ സീരിയൽസ് ഇപ്പോൾ സിനിമ പോലെ തന്നെയാണ്, സീരിയൽസും ഞാനങ്ങനെ ഒരുപാട് വലിച്ചു ചെയ്തിരുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഹോംലിയാണ്. എനിക്കിങ്ങനെ ഫുൾ ടൈം ബിസി. ഇപ്പോഴാണ് പിന്നെ ഫുൾ ടൈം ബിസി ആയിട്ട് നിൽക്കുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരം വീട്ടിൽ വരണം, മോള്, അച്ഛനമ്മ, എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങണം, എൻ്റെ ബെഡിൽ കിടന്നുറങ്ങണം, അങ്ങനത്തെ കുറേ സ്വഭാവങ്ങളുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ബിസി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് മോള് കുറച്ച് വലുതായി, സുജിത്ത് അപ്പോഴത്തേക്ക് നല്ല തിരക്കായി, നല്ല ബിസി ആയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പോയി വരാനുള്ള തിരക്കും ഐ മീൻ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തട്ടിയും മുട്ടിയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തട്ടിയും മുട്ടിയും മാത്രമായി. ഞാൻ ബാക്കി എല്ലാ ചാനൽ പരിപാടികളും സിനിമയും ഒക്കെ, വെള്ളിമൂങ്ങയൊക്കെ എനിക്ക് വന്നിരുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് അതൊക്കെ വേണ്ടാന്ന് വെച്ചു, മോളുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കുറേ സിനിമകൾ വന്നിരുന്നു. ജയനും അനൂപനും കൂടെ ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു, ഡേവിഡ് ആൻഡ് ഗോലിയത്ത്, അങ്ങനെ അല്ലേ, അതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ ചെയ്ത ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സിനിമകൾ വേണ്ടാന്ന് വെച്ചു. അതൊക്കെ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചാണ്, മകൾക്ക് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടി. കാരണം സുജിത്തും ഭയങ്കര ബിസി. സുജിത്ത് ആ സമയത്ത് മെമ്മറി ചെയ്യുന്നു, പുണ്യാള അഗർബത്തീസ് ചെയ്യുന്നു, ദൃശ്യം ചെയ്യുന്നു, അമർ അക്ബർ ആന്റണി ചെയ്യുന്നു, വൻ ബിസി. പുള്ളിയെ വീട്ടിലേക്ക് കിട്ടാറില്ല. ആ സമയത്ത് ഞാനും കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ലൈഫ് എനിക്ക് നോക്കിയേ പറ്റും. ഇത് ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അമ്മ ചെയ്തു കുട്ടിക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവാറുണ്ടോ? അല്ല, തമ്മിൽ തല്ലുമ്പോഴേ ഇത് തിരിച്ചു പറയാറുണ്ടോ, ഞാൻ എന്തോരം സഹിച്ചു? അല്ല, അങ്ങനെ
അങ്ങനത്തെ കാര്യങ്ങളൊന്നും നല്ല അങ്ങനത്തെ കുട്ടിയാണ് സെന്റിമെന്റ്സ് ഡയലോഗ്സ് ഒന്നുമില്ല നേരിട്ട് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അതെന്റെ അവകാശമാണ്. കൂട്ടക്ക് ഞാൻ കിട്ടിയിട്ടുണ്ടോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴാണ് അടി നിന്നത്? മനസ്സിലായെന്ന് തോന്നുന്നു അടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു സമയം എനിക്ക് തോന്നുന്നു ഒരു 14-15 കഴിഞ്ഞപ്പോൾ അമ്മ മനസ്സിലായി ഇതിപ്പോ കാര്യമില്ല. ഇത് എങ്ങനത്തെ തരം അടി? അത് ചിലപ്പോ ആ ഇമ്പൾസിൽ അടി കിട്ടിയിട്ട് അങ്ങനെ കുട്ടി മാറും. ഞാൻ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ അടി നിർത്തി തുടങ്ങി. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മ നിർത്തി തുടങ്ങി. ചില അമ്മമാരെ, എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു, ഇതെല്ലാം കഴിഞ്ഞ് അടി ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊന്നും അല്ല, അതൊന്നുമല്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്തതിനെ അടിച്ചിട്ടില്ല. ഉണ്ടോ? ഇപ്പൊ എനിക്കറിയണം, ആവശ്യമില്ലാത്തതിന് ഞാൻ അടിച്ചിട്ടുണ്ടോ? എനിക്ക് 7 വയസ്സിൽ ഇല്ല. അവളെ ആകെ ഞാൻ അടിച്ചിരിക്കുന്നത് ഒന്ന് പഠിക്കാൻ ബുദ്ധിയുണ്ടായിട്ടും ഉഴപ്പുമ്പോ അത് ഞാൻ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കൂടെ ഇരുത്തി പഠിപ്പിക്കുന്ന കൈ കൊണ്ട് എനിക്ക് അത് കിട്ടിയ സാധനങ്ങൾ നേരത്തെ രേഖ പറഞ്ഞ സാധനങ്ങളാണ്. അതായത് ഞാൻ എൻ്റെ പ്രൊഫഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ആകെ നമ്മൾ പറയാം നമുക്ക് വേറെ പണിയൊന്നുമില്ല. ആകെ പറയുന്നത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവളുടെ അടുത്ത് റാങ്ക് മേടിച്ചോണ്ട് വരാനോ വാങ്ങിക്കാനോ ISC ആവാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പഠിക്കുക, മിനിമം ഇതിൽ പഠിക്കുക. അത് ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിക്കും. അത് ചെയ്യാതെ വരുമ്പോൾ ഞാൻ കൈ കിട്ടുന്നെടുത്ത് കൊടുക്കും. അത് എന്നാന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഫ്ലവർ വൈസിൽ അതുപോലത്തെ സാധനം കാണും, അതിനെ ഊരിയെടുത്ത് ചിലപ്പോൾ അടിക്കും. ഫ്ലവർ വൈസ് അല്ല, അതിനകത്തിരിക്കുന്ന ആ ചൂരലിന്റെ സാധനം അതെടുത്ത് ചിലപ്പോൾ ചൈൽഡ് ലൈൻ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ വിളിക്കും, അടിക്കും. പിന്നെ അമ്മമാരും കൂടെ എന്നെ ഒരുമിച്ച് ഗ്യാങ് ചെയ്ത്. അല്ല, പണ്ട് കാലത്തുണ്ടല്ലോ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊക്കെ ഉള്ള കുഞ്ഞിന് എനിക്കറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരണം 2 വഴിക്ക് വരും. ഒന്ന് നാച്ചുറൽ, ഒന്ന് അമ്മയോട് തർക്കുത്തരം പറഞ്ഞാൽ എവിടുന്ന് അടി നരകം. ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബുക്സ്. എൻ്റെ അമ്മ അങ്ങനെയായിരുന്നില്ല. ഇത് നമ്മൾ മറന്നുണ്ടോ 1 മണിക്കൂർ ഞാൻ തിരിച്ച് ആ അമ്മയെന്നൊരു പാട്ട്. പക്ഷെ എന്തോറ്റി അതെ ഞാൻ ഓങ്ങി വെച്ചത് ഇത് കഴിഞ്ഞാൽ എനിക്ക് ക്ലോഷറാ. പിന്നെ അടുത്ത കാര്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നിർത്തി. പിന്നെ എന്താ വെച്ചാൽ പണ്ടേ എൻ്റെ വീട്ടിലൊക്കെ മൂത്തവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അവളെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടി തന്നെയാണ്, അല്ലാന്ന് പറയാൻ അല്ല. പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിലേട്ടാ. ഒരു ഏജ് പറ, ഒരു 8 വയസ്സ് 7 വയസ്സ് 8 വയസ്സ് ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരിക്കൽ എൻ്റെ വീട്ടില് ഒരാളുടെ അടുത്ത് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ തുപ്പി. ഇത് തുപ്പി കിട്ടിയടി അടി എന്നൊക്കെ പറഞ്ഞാൽ തൂക്കിയെടുത്തു. അപ്പൊ എന്റെ ബ്രദറിന്റെ അല്ല മടിയായിരുന്നു. അല്ല അല്ല എന്റെ ബ്രദറിന്റെ വൈഫ്, അവരിപ്പോ ഒരുമിച്ചില്ല, ബ്രദറിന്റെ വൈഫ് വന്ന സമയത്താണ് എന്തോ പറഞ്ഞപ്പോഴത്തേക്കും തുപ്പിയപ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വന്നിട്ട് സോറി പറയാൻ പറ്റുമ്പോൾ സോറി പറഞ്ഞില്ല. അപ്പം എനിക്ക് ദേഷ്യം വന്നിട്ട് അടി പിടി ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തൂക്കിയെടുത്തിട്ട് ചെരുപ്പെടുത്ത് കൊടുക്കട്ടാ. കൊടുത്ത ആ കുട്ടി വന്ന് കയറിയിട്ടുള്ളോ വീട്ടില്? ആ കുട്ടിക്ക് ബെസ്റ്റ് ഫാമിലി. ഒരാളെടുത്ത് തൂക്കുന്നു, ഒരാൾ തുപ്പുന്നു. അത് ഇങ്ങനെ എടുത്ത് തൂക്കി അടിക്കാൻ നേരത്ത് അവള് പറയുന്നുണ്ട് ചേച്ചി പിടിച്ച് കുഴപ്പമില്ല. എനിക്കൊന്നും ദേഷ്യം നിൽക്കുന്നില്ല. അപ്പൊ എന്റെ ബ്രദർ വന്നു. എന്റെ ബ്രദർ അവിടെ ഉണ്ട്. അവൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് പിടിച്ചു മാറ്റി അവളെ മാറ്റി ഉച്ചിട്ട് തരുന്ന വെച്ചാൽ അവൻ ഇവളുടെ സൈഡ് പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ പോരെ. അവൻ പറഞ്ഞാൽ മനസ്സിലാക്കാത്തോണ്ടല്ലേ അടിക്കുന്നത്. പക്ഷെ അതിനുശേഷം അവൾ തുപ്പിയിട്ടുണ്ടോ ചോദിക്കും ആരെങ്കിലും? ഇല്ല. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്കൊന്നും ആ ട്രോമ അങ്ങ് പോയെന്തോ. കുട്ടി പിന്നെ ഇറ്റലിയിലൊക്കെ പോയി കുട്ടി ഇതും മറന്നു. ഇറ്റലി ജീവിതം എങ്ങനെയായിരുന്നു? അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഞാനിപ്പോ ഫ്ലോറൻസിലാ. അത് എല്ലാം എനിക്കൊന്നും അതെന്തറിയോ നീ വിളിക്കണതേ അവിടുത്തെ വെളുപ്പാങ്കാലത്താ. നമ്മൾ തമ്മിൽ 5-6 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇവിടെ ഏകദേശം 11-12 മണി വിളിക്കുമ്പോ ഞാൻ അവിടെ 5:30 എഴുന്നേറ്റ്. അവിടെ എന്താ സംഭവം അറിയോ? അതുകൊണ്ട് ഇവര് ഒരു വലിയ ഫ്ലാറ്റാണ്. 5 മുറി ഉണ്ടായിരുന്നില്ലേ? 5-6 മുറിയുണ്ട് ആ ഫ്ലാറ്റില്. ഇവള് മാത്രമാണ് ആ മുറിയിൽ, ഒരു മുറിയിൽ. ബാക്കിയെല്ലാം 2 ഡബിൾ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മാത്രം സിംഗിൾ റൂം അവൾ വേണമെന്ന് പറഞ്ഞെടുത്തതാ. അപ്പോൾ അവിടെ ഇവർക്ക് നൈറ്റ് ഇതൊക്കെ ഉണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിൻ വാൾസ് ആണ്. അപ്പോ പെട്ടെന്ന് കേൾക്കും. അപ്പൊ സൈലന്റ്. ഞാനും ഉറക്കം ചിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ നിന്ന് പോകുന്ന ഇഷ്ടമല്ല. ആടാ ചിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഗ്രൂപ്പിൽ ഇത് വരും, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവർ വന്ന് 5 മണിക്ക്, അവിടുത്തെ പിള്ളേരല്ലേ, ഫോറിനേഴ്സ് ആണ് കൂടുതൽ അവിടെ ഉള്ളത്. എല്ലാം മറ്റേ മോസ്കോയും അവിടെ റഷ്യയും വേറെ എവിടുന്നാണ്? മോസ്കോ റഷ്യക്ക് ഒരു സ്ഥലം അല്ല, അന്ന് വേറെ സ്ഥലം, കസാഖ്സ്ഥാനും ബ്രസീല് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള പിള്ളേരാ. ഇവര് നൈറ്റ് ലൈഫ് അല്ലേ,
ഇവർ ചിലപ്പോൾ നൈറ്റ് ലൈഫ് ആയിരിക്കും, ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞ് വരുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോഴായിരിക്കും രാവിലെ എൻ്റെ ഫോൺ വരുന്നത്. അപ്പോഴത്തേക്കും വരും, അതെ ഇങ്ങനെ ഉറങ്ങണം, അതാണ് അമ്മ എന്താ കാണിക്കുന്നത്. അങ്ങനെ എനിക്ക് ഉറക്കം ചിരിക്കാൻ പറ്റത്തില്ല, ഒരാളുടെ ഫോണിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് വല്ല മറ്റേ റൂം എന്താ എയർബിഎൻബി വല്ലതും പോയി താമസിച്ചോളാം അങ്ങനെ ഇങ്ങനെ. അവരുടെ തിങ് ഇസ് അവരെപ്പോഴും പറയും ഇന്ത്യൻസ് ആർ വെരി ലൗഡ്. ആയിക്കോട്ടെ, വി ആർ ലൗഡ്, എസ്പെഷ്യലി മലയാളീസ്. എൻ്റെ കുറച്ച് ബാംഗ്ലൂർ ഫ്രണ്ട്സ് അവിടെ എസ്പെഷ്യലി കേരള പീപ്പിൾ ദ വെരി ലൗഡ്. കാരണം ഞാനും ഭയങ്കര ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൗഡ്. അവിടെ ചെല്ലുമ്പം കൊച്ചിന് എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കയറത്തില്ലേ, അതും അവർക്ക് ഇഷ്ടമല്ല. മസാല മണം അടച്ചിട്ട് ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ കുക്ക് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ അവസ്ഥ. എൻ്റെ കൊച്ചിനെ ഇറ്റലിയിൽ ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റിട്ടേ അവിടെ നമ്മൾ കള്ളന്മാരെ പോലെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അതിൽ കുറച്ച് പിള്ളേർക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. എപ്പോഴാണ് മഞ്ജു പിള്ള അമ്മ ഒരു സെലിബ്രിറ്റി ആണെന്ന് തോന്നി തുടങ്ങി? അനിവൻ അച്ഛൻ സുജിത്ത് വെരി ഫേമസ് സിനിമറ്റോഗ്രാഫർ ആണെന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ചെറുപ്പത്തിൽ കുറേ ഇതുപോലെ ചെറുപ്പത്തിൽ ഇൻ്റർവ്യൂസ് ഒക്കെ വന്നു തുടങ്ങുമ്പോൾ ഇവരൊക്കെ എന്തിനാ എൻ്റെ എടുക്കണം, ഇവരൊക്കെ എന്തിനാ ക്യാമറ എന്തിനാ വീട്ടിൽ വരുന്നത്, അങ്ങനെ കുറേ തോന്നിയിട്ടുണ്ട്. പിന്നെ അമ്മേനെ ഏതൊരു മഴ മനോരമ ഏതൊരു സീരിയൽ എന്തോ കണ്ടപ്പോഴാണ് അമ്മ അതേ ഓട്ടയെ വന്നിറങ്ങുന്നു. എനിക്കത് മാത്രം ഓർമ്മയുണ്ട്. അമ്മ എന്തിനാ ഓട്ടയെ വന്നിറങ്ങുന്നത്, അവരെന്തിനാ അമ്മ ഇല്ലാത്ത. അപ്പോഴാണ് മനസ്സിലായത് എന്തോ. അച്ഛൻ എനിക്ക് ലേറ്റ് ആയിട്ടാണ്, കാരണം ഹീസ് ഫ്രം ലൈക്ക് ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട് യു ഡോണ്ട് സീ ഹിസ് ഫേസ്. അപ്പോൾ എനിക്ക് അച്ഛൻ ഞാൻ അതും ഈ ഇന്ദ്രജിത് സാറിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സെറ്റിൽ പോയപ്പോഴാണ് അച്ഛനും അച്ഛൻ ഏതോ ക്രെയിനിലൊക്കെ മേളിൽ കയറിയിരിക്കുന്നു. അപ്പോഴേ മനസ്സിലായതോ അച്ഛനും ഒരു ആളാണ്, സിനിമയുടെ ഒരു ഇതലാണ്. പിന്നെ അങ്ങനെ നമുക്ക് വീട്ടിലൊരു ഇതില്ലേ കണ്ടോ, അച്ഛൻ ഏതോ ക്രെയിനിരിക്കുന്നു, അമ്മയുടെ ഓട്ടോ ഇറങ്ങുന്നു. ആ ക്രെയിനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇറ്റലി പോയത്. അതെ, കറക്റ്റ്, ക്രെയിൻ കൊണ്ടാണ്. അതെ, നിങ്ങളുടെ തമ്മിൽ റിലേഷൻഷിപ്പിൽ പാരന്റിങ് വ്യത്യാസമാവുമല്ലോ. ഇപ്പോഴത്തെ ഈ ഒരു പറഞ്ഞ ഫ്രണ്ട്ലി ബോണ്ട് ഉണ്ടല്ലോ, എങ്ങനത്തെ തരം കോൺവെർസേഷൻസ് ആയി അമ്മയും മകളും തമ്മിലുണ്ടാവുക? എല്ലാം നിങ്ങളെല്ലാം പറയും. പറയില്ല നമ്മുടെ മുഖത്ത്. No, there are some things that അമ്മയുടെ മനസ്സിൽ അല്ല അതുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും. അതെച്ചെങ്കിൽ ഇപ്പം മക്കൾ ഇതേ പ്രായത്തിലുള്ള അമ്മമാർക്ക് കണ്ടാൽ മനസ്സിലാച്ചെങ്കിൽ ഇന്ന് എന്തത് മൂഡ് ശരിയല്ലല്ലോ. അത് കറക്റ്റ് അമ്മ മനസ്സിലാക്കും. അത് ഞാൻ അമ്മയുടെ മനസ്സിലാക്കും. അത് അമ്മ കറക്റ്റ് വരുമ്പോൾ അമ്മ ചോദിക്കും എന്തേ എന്ത് അങ്ങനെ ഒരു മൂളലുണ്ടാവും. അപ്പോൾ ഇല്ല, പിന്നെ അമ്മ ഇങ്ങനെ വന്ന് തൊടുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞ് കരഞ്ഞു പോകും. ലൈക്ക് അത്ര നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കും. ഇന്നലെയും കൂടെ ഞാൻ കരഞ്ഞുള്ളൂ എന്തിനും ഒരു കാര്യം കരയും. അപ്പം പിന്നെ ഇങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ വേണം, നമ്മൾ പിള്ളേരെ നമ്മൾ അടിക്കുന്നത് തെറ്റാണെന്നൊന്നുമില്ല. അടിച്ച് വളർത്തിച്ചാൽ അവരടിക്കുന്ന പോലെ ചവിട്ടി അടിച്ച് ഇതല്ല, ഹരാസ്മെന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി അടി. ഇപ്പോഴാണ് ഈ അടി മറ്റേ ഇതൊക്കെ പ്രശ്നം വരുന്നത്. ഞാനൊക്കെ കൊണ്ട് അടിക്കുക, കയ്യും കൊണ്ട് എന്നെ ഓട്ടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, ബാറ്റൊക്കെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ എൻ്റെ അമ്മയൊക്കെ ജയിലിൽ കിടക്കില്ലേ? ഇത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ ചില കുട്ടികൾക്ക് അടി വേണം. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഓരോ പിള്ളേരുടെയും നമ്മൾ പല കഥകളും കേൾക്കുന്നത്. നമ്മൾ നമ്മളെ ഒരു ഉപദേശിക്കുന്നോ അടിക്കുന്നോ നിർത്തിയോ. സ്കൂളിലും അടി ഞാൻ പറയാം, ഈ അടി എന്ന് പറഞ്ഞാൽ മറ്റേ ടൂറിൽ വെച്ച് പട്ടപ്പെടുന്ന അടിയല്ല, ഒരു ചെറിയ പേടിയുടെ അടിയുണ്ടല്ലോ. അതെ 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 നമ്മളത് നമുക്കങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോ ഞാനും അവളെ അങ്ങനെ തന്നെയാണ് അവളെ വളർത്തി. ഇഫ് യു എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് വന്നു അങ്ങനെ അമ്മയോടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റാറുണ്ട്? അയ്യോ, ഇഷ്ടം പോലെ. ഞാൻ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അമ്മയെ വിളിക്കും. അമ്മ ഇങ്ങനെയാണ്. അപ്പോൾ അമ്മ പറയും നിനക്ക് അറിയില്ലേ അവരങ്ങനെയാണ്, എനിക്ക് അന്നേ അറിയായിരുന്നു എന്ന് പറയും. അത് ഞാൻ തിരിച്ചപ്പോൾ റിലേറ്റീവ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ അന്നേ പറഞ്ഞതായി ഇവർ. ചില സമയത്ത് നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മോളെ സൂക്ഷിച്ചോ ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് പറയും അറിയായിരുന്നു. പിന്നെ ഞാൻ അന്നേ പറഞ്ഞല്ലേ നിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ എപ്പോഴും പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാരമില്ല, ആൾക്കാരിങ്ങനെയാണ്, നീ അത് വിട്ടുകളാ, ഇതല്ലല്ലോ നിൻ്റെ ലൈഫിൻ്റെ എൻഡെന്ന് പറയുന്നത്, അതല്ലല്ലോ, നിനക്ക് ഇനി മുന്നോട്ട് കിടക്കുകയല്ലേ, ഇനി ഇഷ്ടംപോലെ ഫ്രണ്ട്സ് വരും. അതിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പോലും അത് പറയുമ്പോൾ അവൾക്ക് അങ്ങനെ ഇല്ല. അതൊരു എങ്ങനത്തെ ഒരു ആള് വേണം എന്നാണ് ആഗ്രഹം ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക്? ഇന്ന് രാവിലെ ഞാൻ അവളുടെ പറഞ്ഞുള്ളൂ, ഇവളുടെ ഓരോ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുള്ളൂ, ജാനി നീ കല്യാണം കഴിക്കാതിരിക്കുന്നതാണെന്നല്ലോ. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടി തുടങ്ങാൻ അധികം ദിവസം വേണ്ട. അപ്പൊ അവളോദിക്കുക അമ്മ ഞാൻ കഴിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മാരേജ് ഫോർ യു? ഇപ്പൊ കല്യാണം കഴിക്കണം നല്ലൊരു കൊച്ചുകുട്ടിയാണ്. ഓൾ ദ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് മാരിഡ് ഈ പ്രായത്തിലുള്ളവർ. എപ്പോഴും കുറെ ജോലിക്ക് കിട്ടി കുറെ കാശൊക്കെ സമ്പാദിച്ച് കല്യാണം കഴിച്ചാൽ മതി. ടെൽ മീ. മൈ കോൺസെപ്റ്റ് ഓഫ് മാരേജ്, that's really okay. It's a philosophy. Yeah. Oh my God, let me hear it. It's ഒരു വാസൊരു കാര്യമാണത്. People say love is enough for marriage, or like it is not. Respect is necessary, understanding is necessary.
they say communication is the key. Communication is not the key. Communicating and understanding the other person is the key. ഇപ്പം ഞാൻ അമ്മയടുത്ത് പറയും, ജസ്റ്റ് പറയാം, അമ്മ ആ സാധനം എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യരുത്. നെക്സ്റ്റ് ടൈം അമ്മ അത് ചെയ്യില്ല. അത് എൻ്റെ അമ്മ അത് മനസ്സിലാക്കി ചെയ്യാത്തൊരു കാര്യമാണ്. നെക്സ്റ്റ് ടൈം അത് ചെയ്തുകൊണ്ടിരുന്ന വീണ്ടും കമ്മ്യൂണിക്കേഷൻ സോറി. അപ്പോൾ ആ സോറി മാത്രം ആയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ദ ഓൺലി മെയിൻ തിങ് വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് ഓൾസോ. മഞ്ജു, നമ്മൾ 22 വയസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്നു അല്ലേ? You see a lot of things, you hear a lot of things. ജനറേഷൻ മാത്രമല്ല, ഒരുപാട് ലോകം നിങ്ങൾ ഞങ്ങളെക്കാൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഗൂഗിളിന്റെ ലൈഫിൽ നമ്മൾ വളരെ കുറച്ച് പിന്നോക്കായിരുന്നു. അതെ, ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പിലെ ഈ ബോണ്ടിങ് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ബോണ്ടിങ് എവറിത്തിങ്. പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ സമയത്ത് കുട്ടി ദൂരെ പഠിക്കുന്നുണ്ട്, അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ സമയമുണ്ടോ? എന്തായാലും ഫോൺ ചെയ്യുമ്പോഴേ യു നീഡ് ദാറ്റ് പ്രസൻസ് എൻ്റെ അടുത്ത് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? Like as someone who doesn't like to settle, I want to travel the world. I want to ഇങ്ങനെ മാറി കളിക്കണം. അപ്പോൾ ഇറ്റലി പോയപ്പോൾ ഇറ്റ്സ് ലൈക്ക് ന്യൂ. ആദ്യം കുറച്ച് പേരുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ന്യൂ സിറ്റി, ബ്യൂട്ടിഫുൾ സിറ്റി, ഫ്ലോറൻസ്. യു ക്യാൻ ഡു വാട്ട് എവർ, നോ കർഫ്യൂ. എപ്പോൾ 6 മണിക്ക് വീട്ടിൽ വരണ്ട. ബട്ട് ഞാൻ എല്ലാം അമ്മ അറിയിക്കും, ഞാൻ ഇങ്ങനെ സ്ഥലത്ത് പോവാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അറിയിക്കും. ബട്ട് ലൈക്ക് ആഫ്റ്റർ, അപ്പോൾ യു ആർ ലിവിങ് യുവർ ലൈഫ്. ബട്ട് എന്തെങ്കിലും പനി വരുമ്പോഴായിരിക്കും ആദ്യം അമ്മേനെ ഓർക്കുന്നത്. ആദ്യം ഒരു പനി വന്നപ്പോൾ അയ്യോ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളം തിളപ്പിച്ചേനെ, അയ്യോ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചൂടുവെള്ളം കാറിലേം തന്നേനെ, അയ്യോ അമ്മ ഉണ്ടായിരുന്നു ഭക്ഷണം റെഡി, അപ്പം ഞാൻ തന്നെ അല്ലേ എണീക്കണം, തുണി ഞാൻ അലക്കണം, വെള്ളം ഞാൻ തിളപ്പിക്കണം, ഭക്ഷണം ഞാൻ ഉണ്ടാകും. അപ്പം ഞാൻ അമ്മ വിളിച്ചു, അമ്മ പറ്റില്ല. ലാസ്റ്റ് അമ്മ പറഞ്ഞു, നീ ലൈക്ക് ചിൽ, ഞാൻ വരാം, ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വരാം. അങ്ങനെ അമ്മ എനിക്ക് ഫെബ്രുവരിയിലൊന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടും അമ്മ വന്നു. അപ്പോൾ ആ അമ്മ വന്ന ആ സമയത്തായിരുന്നു എൻ്റെ കാലൊടിഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആങ്കിള് ഫ്ലോറൻസിൽ തന്നെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പോയി. അപ്പം അമ്മ വന്ന ഉടനെ ഞാൻ ആലോചിച്ചു, അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ മുടന്തി നടക്കണം. പക്ഷെ അമ്മ ചൂട് വെച്ച് തന്നു, ബാൻഡേഡ് ഇട്ട് തന്നു, മരുന്ന്. എല്ലാ അമ്മമാരും ചെയ്യും ആ സമയത്ത് എത്തുമ്പോൾ സമയത്ത് അല്ലേ? അപ്പോഴാണ് ട്രൂ വാല്യൂ. സുജിതയുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇസ് ഇറ്റ് വെരി ക്രിയേറ്റീവ് കോൺവെർസേഷൻസ്? അമ്മയെക്കാളും വെച്ച് നോക്കുമ്പോൾ മോർ ക്രിയേറ്റീവ് കോൺവെർസേഷൻസ്. ബിക്കോസ് അച്ഛൻ ഇങ്ങനെ സിനിമകൾ, obviously he is a cinephile, me too, I love cinemas. We have our differences, but നമ്മൾ ഒരുമിച്ച് വരുന്ന സിനിമയില. സോ സിനിമ കാണുമ്പോൾ ലൈക്ക് അച്ഛൻ ആകെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നിനക്ക് സിനിമയിൽ വിഷൻ ഉണ്ട്, യു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വിഷൻ ഫോർ സിനിമാസ്, ആൻഡ് ഐ ലവ് സിനിമാസ്. ഇന്ന് കാണുമ്പോൾ ഇങ്ങനെ വിഷൻ ഫോർ ആക്ടിങ് ഓർ വിഷൻ ഫോർ, ഐ തിങ്ക് ഫിലിം മേക്കിംഗ് ഇൻ ജനറൽ. ഐ ലവ് ഫിലിംസ്. ഇന്ന് കാണാൻ ഞാൻ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ അച്ഛൻ, ഓ ശരിയാണല്ലോ, ഞാൻ ആ പെർസ്പെക്റ്റീവിൽ നോക്കിയില്ല, കറക്റ്റാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ അപ്പോൾ എനിക്ക് കഴിവുണ്ട് കുറച്ച് എവിടെയെങ്കിലൊക്കെ. മൊത്തത്തിലൊരു കലാകുടുംബമാണല്ലോ സുജിത്തിന്റെ അച്ഛനാണെങ്കിലും ചെണ്ട വിദ്വാനാണ്. എല്ലാ ജീൻസും കൂടി മാഗവേറ്റി വന്നിരിക്കുകയാണ്. മഞ്ജു ഈ കോമഡി, ഐ മീൻ യു ഹാവ് ബീൻ നൗ എത്രയോ 1992 മുതൽ തുടങ്ങിയതല്ലേ ശരിക്കും പറഞ്ഞ ആക്ടിങ് അല്ലേ? അമ്മ ചെറിയ കുട്ടിയായിട്ടായിരുന്നു. പിന്നെ അതിൽ കുറേ കോമ്പിനേഷൻസ് ആക്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷിൻ്റെ കൂടെ കുറേ ഉണ്ട്, ജഗദീഷ് ഹ്യൂമറിൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതേ കോമ്പിനേഷൻ 2.0 നിങ്ങൾ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല സിനിമകളിലും. കോമഡി സീൻസ് അഭിനയിക്കുമ്പോൾ ജീവിതത്തിലെ ചില ഏടുകളോ പേജുകളോ ഓർമ്മകളോ വരാറുണ്ടോ ആക്ടിങ്ങിൽ? എവിടെന്നെങ്കിലുമൊക്കെ വരും. എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഇങ്ങനെ പറയുമ്പം നമ്മൾ അയ്യോ ഇതുപോലെ അന്ന് ഞങ്ങൾ അവിടെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടായി എന്നൊരു തോന്നലല്ല, അങ്ങനെ ഇൻസിഡൻറ്റ് ഓർമ്മ വരുമല്ലോ, അത് നമ്മളവിടെ ഷെയർ ചെയ്യാറുണ്ട്. അതിലുണ്ടായ ചില സീക്വൻസുകൾ നമുക്ക് ഇപ്പോൾ ചില സിനിമകളിൽ ഉണ്ടായ സീക്വൻസുകൾ നമ്മളെ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ പറയില്ല, ആ സിനിമയിൽ നടന്ന പോലെ ആയി നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കും കുറേയൊക്കെ സിനിമ ഇമാജിനറി ആണ്, ഫാൻറ്റസി ആണ്, എല്ലാമാണെന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് എടുത്ത സംഭവം തന്നെയാണ്. ഒരു കഥാകാരൻ എഴുതുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയതോ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൽ നിന്ന് കിട്ടിയതോ സുഹൃത്തിൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയതോ ഒക്കെ ഉള്ള സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഫ്കോഴ്സ് നമ്മുടെ ലൈഫിലുണ്ടായ പെർഫോമൻസിൻ്റെ മീറ്റർ എന്ന് പറയുന്നതിൽ മഞ്ജുവിന് അവാർഡുകൾ കിട്ടിയത് ഞാൻ പറയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ സ്റ്റൈലിലോ അപ്രോച്ചിലോ? ഉണ്ടാവണം അല്ലേ? കാരണം സ്റ്റീരിയോ ടൈപ്പ് ആവാൻ പറ്റാവുന്നൊരു റോളാണ് ചെയ്യുന്ന റോളുകൾ ചിലപ്പോൾ ഏത് അമ്മമാരാണെങ്കിലും. അതെ, പക്ഷെ ഞാൻ അതിൽ മാക്സിമം ശ്രമിക്കാറുണ്ട്, ഒരേപോലെ ആകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും ചാലഞ്ച് ചെയ്ത് ഈ അടുത്ത കാലത്ത് ചെയ്തൊരു
റോൾ ഏതായിരുന്നു? എനിത്തിങ്? അതെല്ലാം ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ശരിക്കും പ്രിപ്പറേഷന് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഇല്ല. വെരി ഈസി ഫോർ ഹർ. എനിക്ക് അങ്ങനെ ഇല്ലാന്ന് വേണം പറയാനായിട്ട്. ഞാനൊരു 32,000 പ്രാവശ്യം എൻ്റെ മോൻ്റെ കൂടി ഇരുന്നിട്ട് ജയജയഹിലെ ജഡ്ജിന്റെ സീൻ കണ്ടിട്ടുണ്ട്. ആഹാ സ്വാതന്ത്ര്യം കൊടുക്കൂ രാജേഷ് എന്ന് പറയുന്ന സാധനം അത് ഞാൻ പോകുന്ന വഴി ചെയ്തതാ. ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴി വിപിൻ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. വിപിൻ ആക്ച്വലി നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. വിപിൻ്റെ പണ്ടൊരു പരസ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ ഒരു സീനെന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒരു സീനിലൊക്കെ ഞാൻ വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സിനിമയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഒരു സീനിലൊക്കെ വന്ന് അഭിനയിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കില്ല ചാൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട്. ഇല്ല ചേച്ചി, ഇതൊരു ആർട്ടിസ്റ്റ് ചെയ്താലേ നിൽക്കുള്ളൂ ചേച്ചി, ഇത് വന്ന് ചെയ്ത് നോക്കണം. ഇത് ക്ലൈമാക്സിൽ വരുന്ന ഒരു 8ഓളം വരുന്ന മിനിറ്റിൽ വരുന്ന ഒരു സീക്വൻസ് ആണ്. ഇതിൽ എത്രത്തോളം നായകനക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം ഈ ജഡ്ജിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ആർട്ടിസ്റ്റ് തന്നെ വന്ന് ചെയ്യണം ചേച്ചി, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് പറയും ചേച്ചി, എനിക്ക് 2 ദിവസം തന്നാൽ മതി എന്ന് പറഞ്ഞു. 2 ദിവസം പിടിച്ചില്ല? ഇല്ല, ഞാൻ 2 ദിവസം കൊടുത്തു. ഞാൻ തലേ ദിവസം രാത്രി കൊല്ലത്തെത്തുന്നു, പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് കയറി, ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴി ഞാനങ്ങ് ചെയ്തിട്ട് എന്താ അറിയോ, എനിക്കിപ്പോഴും ഓരോ മഞ്ജുവിൻ്റെ 4 എനിക്ക് നിൽക്കാൻ പറ്റില്ല പറയാൻ. പക്ഷെ ഇത്രയും ഒരു സംഭവം എനിക്ക് ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങാണ് പിടിച്ചിരിക്കുന്നത് അതിനകത്ത്. ആക്ച്വലി അതിനകത്ത് ബാക്കി എല്ലാവരും കൊല്ലം സ്ലാങ്ങാണ്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രവും കോട്ടയം സ്ലാങ്ങും എനിക്ക് വളരെ ഭംഗിയായിട്ട് വരും. ബിക്കോസ് ഞാൻ വളർന്നത് ട്രിവാൻഡ്രത്തും എൻ്റെ ജീൻ കിടക്കുന്നത് കോട്ടയത്തുമാണ്, ഏറ്റുമാനൂരുമാണ്. അപ്പോൾ ഏറ്റുമാനൂർ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഏറ്റുമാനൂരിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു കോൾ വന്നാൽ അന്ന ഗച്ചി പറ എന്നേ പറയുള്ളൂ. അത് നമുക്ക് അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കൊല്ലം ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിപിനോട് ചോദിച്ചു, വിപിൻ ഞാൻ ഇത് ട്രിവാൻഡ്രം സ്ലാങ് ഒന്ന് പിടിച്ചോട്ടെ, അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എനിക്കിത് പെർഫോം ചെയ്യാനായിട്ട്. കാരണം കൊല്ലത്തിൻ്റെ തൊട്ടടുത്താണ് ട്രിവാൻഡ്രം, പുള്ളിക്കാരിക്ക് മാറി വന്നിരിക്കാമല്ലോ. ഇപ്പോൾ ഒരിടത്തും പറയുന്നില്ല കൊല്ലംകാരിയാണെന്ന് പറഞ്ഞു. ഓക്കെ ചേച്ചി കുഴപ്പമില്ല നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സാധനത്തിൻ്റെ എലിവേഷൻ എത്ര പ്രാവശ്യം കിടക്കുന്നത്, എത്ര പറഞ്ഞാലും മതിയാവില്ല സീൻ. അത് അങ്ങനെയുള്ള അതുപോലെ ഇപ്പോൾ ഈ വാട്ട്സ് എ മാറ്റർ ഡാർലിംഗ് ഈവൻ എനിത്തിങ് യുനോ. ഈ ഒരു മഞ്ജു വരുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ ഈ സീൻ എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് ആൾക്കാർക്ക്. ഇറ്റ്സ് നോട്ട് ദ റെഗുലർ വൺസ്. അങ്ങനെ മഞ്ജു പിള്ള ടച്ച് നൽകുന്ന അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ? ഒരു സിഗ്നേച്ചർ നോട്ടോ, ഒരു സിഗ്നേച്ചർ ഒരു മൂവ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനങ്ങനെ എൻ്റെ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാറില്ല. ഐ മീൻ ഒന്നിൽ, കാരണം ഡിഫറെൻ്റ് ആവണം എന്നുള്ളത്. എനിക്കൊരു എന്താ പറയുക, എന്താ പറയണ്ട അതിന്, ചിലവർക്ക് ചില ഇന്നസെൻ്റ് ഏട്ടൻ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ തന്നെ അറിയാം അത് ഇന്നസെൻ്റ് ഏട്ടനാണെന്നറിയാം. അതുപോലെ തന്നെ മമ്മൂക്കായ ചേട്ടൻ ഇക്കയുടെ അങ്ങനെയാണ് വരുന്നത്, അമ്പിളി ചേട്ടൻ്റെ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എനിക്കറിയില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ വരാത്തതുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു മാനറിസം കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഹോമിലെ ഹോമായിരുന്നു എൻ്റെ സെക്കൻഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോമിലായിരുന്നു. ഹോമിൽ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ഫാലിമി, ഹോം കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്യാണി എന്ന് പറഞ്ഞൊരു നക്സലിറ്റിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഹ്യൂമറില്ല, ഒന്നുമില്ല, ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ വിവേക് എൻ്റെ അടുത്ത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ആ ക്യാരക്ടർ. കാരണം എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നി ആ ക്യാരക്ടർ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അതിന് മുമ്പ് ഞാൻ ഓ മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നിതീഷ് വന്നിട്ട് എൻ്റെ അടുത്ത്, നിതീഷും ലക്ഷ്മിയും ഗണേഷും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് ഫാലിമിയുടെ സ്റ്റോറി പറയുന്നത്, ഫാലിമിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഫാലിമി ചെയ്തു കഴിഞ്ഞപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ നിവിൻ ടാമയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഏതൊക്കെയോ സിനിമകൾ അതിനിടയിൽ ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് അടി കപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ആ സിനിമ പറയുകയാണെങ്കിൽ അതിന് മുമ്പാണ് കേട്ടോ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത്. പ്രിൻസ് ആൻഡ് ഫാമിലി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അടിനാശം വെള്ളപ്പൊക്കം ചെയ്തത്. അതിൽ വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു കോളേജ് പ്രിൻസിപ്പലാണ്, കുറച്ച് സ്റ്റുഡൻസിൻ്റെ കഥയാണ്. ടോട്ടലി എൻ്റെ നോർമലി കാണുന്ന ലുക്കല്ല, ദാരിദ്ര്യമില്ല,
സത്യം എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും എടുത്തു നോക്കി അതിനകത്തൊരു ദാരിദ്ര്യമുണ്ട്, ജഡ്ജിന് ദാരിദ്ര്യമില്ല. ജഡ്ജിനില്ല, മുഴുനീള കഥാപാത്രം ചെയ്ത് തന്നെ പറയുന്നത്. സ്വർഗം എന്ന് പറഞ്ഞൊരു സിനിമ മാത്രമേ ഉള്ളൂ അതിനകത്ത് ദാരിദ്ര്യമില്ലായിരുന്നു. ആൾക്കാർ അങ്ങനെ തരണേ എപ്പോഴും റോള്. അത് അങ്ങനെ ഇന്നാൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സാബുവിൻ്റെ വൈഫ് എപ്പോഴും എൻ്റെ അടുത്ത് സ്നേഹം, സാബു എപ്പോഴും സാബു അല്ല സ്നേഹം എപ്പോഴും പറയും, ചേച്ചി ഒരു സുന്ദരിയായിട്ട് അഭിനയിക്കും, ചേച്ചി നോർമലി ഞാൻ തരണ്ടേ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തരണ്ടേ, പക്ഷേ എങ്കിലും സുന്ദരിയായിട്ട് വെറുതെ ഇരിക്കുന്നതിലും നല്ലത് ഒരു ഭംഗിയില്ലാതെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നതിലാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ കറക്റ്റ്. അത് മാത്രമല്ല ഇതൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ഇപ്പം ഇതിനകത്ത് അങ്ങനെയല്ല കേട്ടോ, മുടിയൊക്കെ കേൾ ചെയ്ത് കുറച്ച് ഇതൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ചെറിയ മറ്റേ നരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ഉള്ള പ്രിൻസിപ്പലിൻ്റെ ക്യാരക്ടർ. അത് അല്ല ഫസ്റ്റ് ലാസ്റ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ബോൾഡായിട്ടുള്ള, ഫ്രസ്ട്രേറ്റഡും ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പലാണ്. അശോകേട്ടനാണ് ഭർത്താവായിട്ട് വരുന്നത്. അശോകേട്ടൻ്റെ അച്ഛൻ്റെയാണ് ആ കോളേജ്. അശോകേട്ടൻ്റെ കയ്യിലിരിപ്പ് കാരണം ആ കോളേജ് അമ്മായിപ്പൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് നടക്കുന്ന ഞാനാണ്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് എനിക്കിട്ട് പാര വയ്ക്കാൻ നടക്കുന്ന ആളാണ് പുള്ളി. അങ്ങനെ എന്തിനും ആ മകളും അതെ. അപ്പം ഈ ഇവർ ചെക്കിങ്ങിനൊക്കെ വരുമല്ലോ നമ്മുടെ കോളേജിൻ്റെ ഇതിൻ്റെയൊക്കെ വരുമ്പോൾ മാക്സിമം കുഴപ്പിക്കുക, പാര വയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ആളാണിത്. അപ്പം കുറേ സ്റ്റുഡൻസിൻ്റെ വേറെ ഇതുണ്ട്, അങ്ങനെ ഒരു ഇതാണ്. അതിപ്പോൾ റിലീസായിട്ടുള്ള. ഇനിയിപ്പോൾ ഒരു 2-3 പ്രോജക്റ്റ് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ എല്ലാത്തിനും എങ്ങനെ സെലക്ഷൻ മാറുന്നുണ്ടോ ഇപ്പോൾ ക്രൈറ്റീരിയ ഇങ്ങനെ? കാരണം ഒരുപാട് അമ്മകൾ വരുമ്പോൾ അതൊന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കാറുണ്ട് വേറെ? ഉണ്ട് നോക്കാറുണ്ട്. മാത്രമല്ല അങ്ങനെ വരുന്ന അമ്മ ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ കഴിഞ്ഞപ്പോൾ അതേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ റിലീസായി ആ സിനിമ, പേര് പറയുന്നില്ല. ആ സിനിമയിൽ ഒരു മെയിൻ ഹീറോയുടെ അമ്മയായിരുന്നു. ആ അമ്മ പക്ഷേ ഈ ഷെയ്ഡാണ്, ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ അതേ ഷെയ്ഡാണ്. അപ്പം ഞാൻ ഒരു തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം തോന്നിയില്ല. ആ സിനിമയിൽ ആ ക്യാരക്ടറിനൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. അങ്ങനെ ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സിനിമകൾ ചിലപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ താങ്കളുടെ മുഖമേ ഉണ്ടാവില്ല. അപ്പം അതെങ്ങനെ പ്രതികരിക്കും? അല്ല, എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, എല്ലാത്തിലും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തെല്ലാം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ചിലത് വേണ്ടാന്നുള്ള സന്തോഷമാവും, ചിലത് ഇതിലൊക്കെ എനിക്ക് സന്തോഷമായി, നന്നായി. എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു. കാരണം വളരെ വളരെ ഹീറോ വളരെ ഹിറ്റായൊരു സിനിമയായിരുന്നു. ഹീറോയുടെ അമ്മയാണ്, ഹീറോയുടെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പം അങ്ങനെയില്ല. പിന്നെ ഇപ്പോൾ ഒരു 2-3 വന്ന് നിൽക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അമ്മയുമാണ്. എന്നാൽ വൺ ഡേ ഇൻ ദ ലൈഫ് ഓഫ് മഞ്ജു പിള്ള എങ്ങനെയാണ് അറിയോ? അമ്മയുള്ളപ്പോൾ വീട്ടിലൊന്നും ജോലിൻ്റെ ഷൂട്ടിംഗ് ഒന്നും ഇല്ലെങ്കിൽ അമ്മയും മോളുടെ ഒരു ലൈഫ് എത്ര മണിക്ക് എഴുന്നേൽക്കും? ഞാൻ നല്ല സമയം നോക്കി ഞാൻ ഒരു നല്ല സമയം 10:30 അത്ര അല്ലേ, കുഴപ്പമില്ല. അമ്മ കിട്ടിയ ചാൻസ് കിടന്നുറങ്ങും, ഇടയ്ക്ക് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. കാരണം ഇത്രയും അമ്മ പോയി അമ്മ കുറേ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയും കറങ്ങാൻ പോയാൽ എനിക്ക് കുറേ ഡ്രസ്സും ഒക്കെ കിട്ടും. അയ്യോ വേണ്ട, കറങ്ങാൻ പോയി ബോണ്ടിങ് എന്ന് പറഞ്ഞ ഡയലോഗ് ഡേഞ്ചറസാണ് അല്ലേ? അപ്പോൾ കാശ് പോകും. പിന്നെ ഒന്നേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം ഞാൻ ഫുള്ള് റെസ്റ്റിലായിരിക്കും. രാവിലെ എണീക്കും, കാരണം എന്നും രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അറിയാം. ഒരു 6:30 ആ സമയത്ത് എണീക്കും. കുറച്ച് നേരം ഇങ്ങനെ കിടക്കും, പിന്നെ കണ്ണടച്ച് കിടന്നുറങ്ങും. ചായ കുടിക്കണം തോന്നിയാൽ പോയി താഴെ പോയി ചായ കുടിക്കും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് ചിലപ്പോൾ കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് എഴുന്നേക്കും, ഫുഡ് കഴിക്കും. പിന്നെ ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് വീണ്ടും കിടക്കും, 5 മണിക്ക് എണീക്കും. അങ്ങനെ ആ ഫുൾ ഡേ അങ്ങനെയൊക്കെ ഫുൾ ഞാൻ എൻ്റെ ബോഡിക്ക് റിലാക്സേഷൻ ഞാൻ നൽകും. ഈ മോളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു എന്താ പറയുക മോഡൽ ചെയ്ത ഫോട്ടോസ്. അതിനെക്കുറിച്ചൊന്ന് പറയുന്നു. ഞാനിതെല്ലാം പ്രതീക്ഷിച്ചു. ധാരാണി കുട്ടി ഇറ്റലിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഞാൻ ഇറ്റ് വാസ് ഐ തിങ്ക് എന്താ പറയുക എൻ്റെ ഹോർമോൺസൊക്കെ എന്നെ ഹിറ്റ് ചെയ്യുന്ന മുമ്പ് എൻ്റെ ബോഡി കുറച്ച് ഫിറ്റ് ആയിട്ടിരുന്നൊരു സമയമായിരുന്നു. 22 വയസ്സിൽ പറയുമ്പോൾ നമുക്കൊക്കെ നല്ല വിചാരം ഹോർമോൺ. അപ്പോൾ ഞാൻ മോഡൽ ഇങ്ങനെ സ്റ്റോറി ഉണ്ട്. ഞാൻ തന്നെ സ്കൂളിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്, ലൈക്ക് ഡിസൈനേഴ്സ്, അങ്ങനെ ഡിസൈനേഴ്സ് ഇങ്ങനെ സ്റ്റോറി ഇട്ടു. ഞാൻ ചോദിച്ചു, എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തൊരു സംഭവം. ഞാൻ ഒരു ലിമിറ്റ് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഐ സ്റ്റോപ്ഡ് ആസ്കിങ് മൈ പാരൻസ് പെർമിഷൻ ടു പോസ്റ്റ് എനിത്തിങ്. ഞാൻ പെർമിഷൻ ചോദിക്കുന്നത് അങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇത് ഇടും അമ്മ, ഞാൻ അമ്മയടുത്ത് ആദ്യമേ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആദ്യം പറയും എനിക്കൊരു കുഴപ്പമില്ല, ബട്ട് ഇറ്റ് ഈസ് ദ സൊസൈറ്റി. എപ്പോഴും ലൈക്ക് കംസ് ഡൗൺ ടു സൊസൈറ്റി. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് എന്താ പറയുന്നത്, ബിക്കോസ് പീപ്പിൾ ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വൈ ദേ സേ ഇറ്റ്. അപ്പോൾ ഞാനിത് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അച്ഛനും ഞാൻ അയച്ചു കൊടുത്തു. അച്ഛനും എന്തെങ്കിലും കുഴപ്പമില്ല. അച്ഛൻ കൊള്ളാം, നല്ലതായിട്ടുണ്ട്, കൊള്ളാം, മേക്കപ്പ് എല്ലാം ഡ്രസ്സെല്ലാം കൊള്ളാം.
ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് ആ സമയത്തായിരുന്നു എൻ്റെ ആദ്യത്തെ എയറിൽ കയറ്റാതായിരുന്നു. ആണോ? ആ 3 പിക്ചേഴ്സ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട്. പിന്നെ സോ ഗുഡ് നോ. Yeah, but like if you check the comments, you will know. ഞാൻ കമന്റ് ചെക്ക് ചെയ്തില്ല. ഐ സോ ദ പിക്ചർ. ഐ സെഡ് നൈസ്. No, even like everyone like എൻ്റെ അമ്മൂമ്മയുടെ ആദ്യത്തെ കമന്റ് ചക്കര ഉമ്മ എന്ന് പറഞ്ഞ അമ്മൂമ്മയുടെ ഒരു കമന്റ് ഉണ്ട്. അമ്മൂമ്മ എപ്പോഴും എന്തെന്നാലും കൂട്ടിൽ നിൽക്കുന്ന. എപ്പോഴും ഈ കുട്ടി അമ്മൂമ്മയുടെ കൂടെ വളരുക അല്ലേ? അമ്മൂമ്മമാരുടെ കൂടെ വളർന്ന കുട്ടികളെ കുറിച്ച് കുറേ നമ്മുടെ നാട്ടിൽ കുട്ടികൾ അങ്ങനെയായിരിക്കും. അമ്മമാരും അച്ഛന്മാരും ബിസി ആകുമ്പോൾ. സോ അമ്മൂമ്മയുടെ കൂടെ വളർന്നതിനൊരു ഒരു കുറച്ചൊക്കെ വഷളാക്കി ഉണ്ടാവും എന്നാണ് ഞാൻ നോക്കണത്. അങ്ങനെയില്ല, എന്നാലും ഇല്ല കേട്ടോ. വഷളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊഞ്ചിച്ച് ഐ മീൻ ദാറ്റ് കൊഞ്ചിക്കലുണ്ടായിരുന്നു, പക്ഷെ അത്രക്കില്ല. പക്ഷെ വാല്യൂസ് കൂടുതൽ വരും അവിടുന്ന്. അതെ അതെ, എക്സാക്ട്ലി. അമ്മൂമ്മയുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഞാൻ ചെറുപ്പത്തിൽ ലൈക്ക് അമ്മ പോയിട്ട് വരും. അപ്പോൾ അച്ഛൻ ഞാൻ അങ്ങനെ കാണാറില്ലായിരുന്നു, ബട്ട് അമ്മേനെ കാണുമായിരുന്നു. അപ്പോൾ അമ്മ പോയിട്ട് വരുമ്പോൾ ലൈക്ക് ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു. എന്തും ഭക്ഷണമാണ് ഉണ്ടാക്കിത്തരും. അമ്മൂമ്മ ചൂരമീൻ കറി വേണം, ചൂരമീൻ കറി. അമ്മൂമ്മ നെയ്മീൻ കറി, കൂർക്ക മെഴുക്കോട്ടി, എന്താണെങ്കിലും. അപ്പോൾ എനിക്ക് ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്, ഞാൻ പൊതിച്ചോറിനെ പറയൂ. നല്ല ചമ്മന്തിയും എഗ് വൈറ്റ് ഓംലെറ്റും മീൻ വറുത്തതും. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരിക്കലും ഞാൻ ഇറ്റലി പോയിട്ടും ഞാൻ പൊതിച്ചോറൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി. പക്ഷെ വേറെ ഇലയിലായിരുന്നേ ഉള്ളൂ. അതെ, അവിടുത്തെ ഇല. ആ, എവിടത്തെ ഇലയായിരുന്നു അത്, വേറെ ഇറ്റാലിയനല്ല. അതെ, അപ്പോൾ അത് എനിക്കൊരു ഫുഡ് എനിക്ക് അമ്മമ്മ തന്നെ. ചില ഓർമ്മകളുണ്ടോ ചില കഥകൾ പറയുന്നത്? എപ്പോഴും കീപ് റെസണേറ്റിംഗ് ഇൻ യുവർ മൈൻഡ് അമ്മമ്മമാര്? അമ്മമ്മ ഞാൻ എപ്പോഴും വഴക്കാം. എവറി 10 minutes. കാരണം അമ്മമ്മയും ഞാനും ഐ തിങ്ക് ഇപ്പോൾ വയസ്സാണെങ്കിലും വി ആർ ദ സെയിം ഏജ് നാവും. അപ്പോൾ ലൈക്ക് അമ്മമ്മയും ഭയങ്കര തഗ്ഗടിക്കും, ഇടയ്ക്ക് ഭയങ്കര സാസിയാണ് അമ്മമ്മ. അപ്പം ഞാൻ അമ്മമ്മയുടെ ഭയങ്കര വഴക്കായിരിക്കും. ചിലപ്പോൾ അമ്മയായിരിക്കും ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ എന്തോ ഈ റൂമിൽ പോയി അങ്ങനെ ഒരു ഏരിയ വരും. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച രണ്ടും കൂടെ തലേണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിടിച്ചോണ്ടിരിക്കുന്നു. അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല എന്തോന്ന്. നോക്കുമ്പോൾ രണ്ടുപേരും ചിരിച്ചോണ്ടാ ചെയ്യുന്നത്. അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു, തലേണ കയറുന്നു. സിനിമയിലൊക്കെ കാണും പോലെ അത് പറക്കുന്നു. പക്ഷെ എത്ര വഴക്കുണ്ടാക്കിയാലും 5 മിനിറ്റ് കഴിയുമ്പോൾ മക്കളെ വാ കഴി, അതെപ്പോഴും ഉണ്ട് ആ ഡയലോഗ്. ഇങ്ങനത്തെ ലൈഫിൽ നിന്ന് ഹാപ്പി മൊമെന്റ് വെൻ യുവർ പേരൻസ് വർ ദേർ ടുഗെദർ ആൻഡ് ദെൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ പാരൻസ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആ ഒരു സെപ്പറേഷൻ നടക്കുന്നു. ആ സെപ്പറേഷൻ നടക്കുമ്പോഴും ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഒരു കൂളായിട്ടുള്ള ഒരു സെപ്പറേഷൻ നമ്മൾ കണ്ടത് സുജിത്തിൻ്റെ. ആ സമയത്ത് ആസ് എ ഡോട്ടർ, ആസ് എൻ ഇൻഡിവിജ്വൽ മനസ്സിലുണ്ടായിരുന്ന ഒരു റെസിലിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നത്? ഇത് ഇവർ രണ്ടുപേരും ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, ബട്ട് ഐ വുഡ് സേ ദിസ് ഇസ് ദ ട്രൂത്ത്. ഇവർ എന്നോട് രണ്ടുപേരും വന്ന് നമ്മൾ സെപ്പറേറ്റ് ആവുകയാണ് ലൈക്ക് ഹാപ്പിലി എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ദ വൺ ഹൂ സപ്പോർട്ടഡ് ദം ദ മോസ്റ്റ്. I wanted them to have a divorce more than anything. When എല്ലാവരും പറഞ്ഞു society because you know my mom's second marriage, this is my mom's second marriage, you know ആൾക്കാർ because she's a woman ആൾക്കാർ കുറേ പറയും. I was like but they both are unhappy in this. എന്തിനാ ഫോഴ്സ് ചെയ്ത് നിർത്തിപ്പിക്കുന്നത്? Even my dad is like I can see like more than you know I saw like them losing themselves. I didn't want to see that. If they're happy, if they're separated, if they're happy, like anangi I'm fine. I was like okay, go, full support. ആൾക്കാർ പറയാൻ നോക്കണ്ട. I want you guys to be separately happy. And it affect ചെയ്തിരുന്നു പിന്നെയുള്ള കോളേജിലും രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ പോയി കാണണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ? More traveling, more gifts, more money. രണ്ട് സൈഡിൽ നിന്നും I am the full I enjoyed every single bit. മഞ്ജുമണി ഇതാണ് ജെൻസി. മനസ്സിലാവണ്ട? അല്ല ഞാൻ ജെൻസിയാണ്. കറക്റ്റ്. മോർ മണി മോർ ഗിഫ്റ്റ്സ്. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. അച്ഛൻ പിന്നെയും മോർ മണി എന്നൊക്കെ പറയുന്നത് അച്ഛൻ തരും, ബട്ട് ലൈക്ക് അതുണ്ട്. അപ്പൊ കുറച്ച് കുറയും. ഇവരെ വിചാരം ചോദിക്കില്ല. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മണി. അമ്മ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കുന്നത്. ഇവര് സ്വന്തമായി അധ്വാനിക്കുമ്പോൾ അറിയാം 10 പൈസ ചെലവാക്കും നോക്കാലോ. അതെ, അത് ചെലവാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൾക്ക് പ്രൈസ് വാല്യൂ ഉണ്ട്, അവൾക്ക് അറിയാം. അവള് 1 രൂപ എടുക്കണമെങ്കിൽ പോലും പിന്നെ ഭയങ്കര പിശിക്കാണ്. അവൾക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണിന്ന് എടുക്കില്ല. അതെടുക്കില്ല പോക്കറ്റ് മണി. അത് വെക്കും, എന്നിട്ട് അവൾ എപ്പോഴെങ്കിലും ഒക്കെ ചെലവാക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോ.
അല്ലാതെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് ഈ വാങ്ങിക്കും. ഒക്ടോബർ 23rd 23rd. ബർത്ത്ഡേ കറക്റ്റ്. നമ്മൾ ഒരുമിച്ചായിരുന്നു, ഇത് നേരത്തെ വന്നു അല്ലേ? ഞാൻ I was supposed to be ഞാൻ നവംബറിലായിരുന്നു വരണ്ട. നവംബർ 13 ആ നേരത്തെ കൂട്ടി വന്നത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ് ഓൾ തിങ്, ഒരുപാട് നമ്മുടെ നാട്ടിലെ ഈ അച്ഛനമ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ മെന്റലി വളരെ അപ്സെറ്റ് ആവുന്ന കുട്ടികളുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം യു, ആ കുട്ടി അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് എനിത്തിങ് യു വാണ്ടഡ് ടു ടോക്ക് അബൌട്ട്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഇഫ് യു ആർ സാഡ് ഓർ എനിത്തിങ്, ടോക്ക്. അത് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് സംസാരിക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ സംസാരിച്ചു, അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ദ തിങ് ഇസ് ഐ വാസ് ഓൺലി സാഡ് അബൌട്ട് വൺ തിങ്, ഫാമിലി ട്രിപ്പ്. ദ തിങ് ഇസ് ഐ സീ പണ്ട് ഞാൻ നിർബന്ധിച്ചാണ് ഹോങ്കോങ് പോയതും സിംഗപ്പൂർ, ബിക്കോസ് ഐ വാണ്ടഡ് ടു ട്രാവൽ ആൻഡ് എവറിത്തിങ്. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടം. ഇവിടെ കാശ് എനിക്ക് ഇപ്പോൾ പോകാൻ പറ്റും. വെറുതെ ഞാൻ കാശ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പോവില്ലെന്ന് എനിക്ക് അറിയത്തില്ല, പിശുകിയിരിക്കും. അപ്പോൾ ഞാൻ അത് മാത്രമായിരുന്നു. കാരണം അത് ഒരു സമയം ഇത് പോയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് അത് ഫാമിലി ആയിട്ട് നമ്മൾ ഹോങ്കോങ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ പോവായിരുന്നു, 3 പേരുണ്ടെങ്കിൽ പോയിരുന്നു. അപ്പോൾ അത് അഗെയിൻ ലൈക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. അച്ഛനായിട്ടാണെങ്കിലും ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യും. അമ്മയായിട്ടാണ് കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്, ബിക്കോസ് ലൈക്ക് അച്ഛൻ്റെ വർക്ക് കാരണം അച്ഛനത് ടൈം ഉണ്ടാവില്ല. So that was my one major thing which I was sad about. പക്ഷെ അതല്ലാതെ I talked, ഇപ്പം അമ്മയുടെ അടുത്താണെങ്കിൽ ഞാൻ പോയി സംസാരിച്ചു. ഞാൻ അമ്മയുടെ അടുത്താണ് മെയിൻലി സംസാരിക്കുന്നത്. കാരണം നല്ല ലൈക്ക് ഷീ ഐ തിങ്ക് ആസ് എ മദർ ഷീ ഡോട്ടർ വി ആർ ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കും, അച്ഛനോട് ഞാൻ സംസാരിക്കും. ബട്ട് അഗെയിൻ ഇങ്ങനെയാണ് അച്ഛൻ അതിനായി മറുപടി വരും. അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കും. അപ്പം അമ്മൂമ്മയ്ക്കും വിഷമമുണ്ടെങ്കിൽ എന്നോടും പറയും. So I talk to people. അച്ഛനും പാലക്കാടാണ്. പാലക്കാട്. So you have a relationship with them also? Yeah. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഈ ലൈഫിൽ മദർ ഡോട്ടർ ബോണ്ടിങ് അല്ലെങ്കിൽ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബുക്ക് ആദ്യത്തെ 3 ചാപ്റ്റർ എന്തായിരിക്കും? ഹെഡിങ് പറയാം, സ്നേഹം. ഞാൻ എൻ്റെ മുഖം എൻ്റെ തല എന്ന് പറയാൻ പോവാന്ന്. അതിന്റെ ഹെഡിങ് പറയാം, 3 ചാപ്റ്ററിന്റെ ഹെഡിങ് പറയാം. സ്നേഹം, വഴക്ക്, അടി. വഴക്ക് അതിൽ വരും, വഴക്കിൽ അടി കുത്ത് കേറൊക്കെ വരും. അണ്ടർസ്റ്റാൻഡ്. വെരി ഗുഡ്. I would add best friends also. എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗ് അതുണ്ടല്ലോ. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെഡിങ്. മഞ്ജു പിള്ള 20 വയസ്സിൽ തിരിച്ച് ഒരു കത്ത് എഴുതണമെങ്കിൽ, മഞ്ജു പിള്ള 20 years, ആ മഞ്ജു പിള്ളയ്ക്ക് ഒരു കത്ത് മഞ്ജുവിന് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ മകൾ എഴുതണമെങ്കിൽ നിങ്ങൾ ഒരാൾ എഴുതിയാൽ മതി, എന്തായിരിക്കും അതിൽ? ഞാൻ 20 വയസ്സുള്ള ആൾക്ക് എഴുതുമ്പോൾ live your life, explore your life, enjoy your life. അത് കഴിഞ്ഞിട്ട് മതി. ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കാം. വെരി നൈസ്. ബിക്കോസ് എൻ്റെ 18 ഇയേഴ്സിലാണ് എൻ്റെ ഫസ്റ്റ് മാരേജ്. 20ാമത്തെ വയസ്സിൽ ഐ ഗോട്ട് അതൊരു 1.5-2 വർഷം നിന്നിരുന്ന ഒരു റിലേഷനായിരുന്നു. അതിൽ ബിക്കോസ് 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, എനിക്കിപ്പോഴും വിളി ചെറുതാണ്, കുഞ്ഞാ. അപ്പോൾ ആ 18 ഇയേഴ്സിൽ കല്യാണം കഴിച്ച് പോയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. അന്ന് വീട്ടുകാർ ആലോചിച്ച് തീരുമാനിച്ച മാരേജാണ്. അതിൻ്റെ പുറകിൽ വേറെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്താനുള്ള, അങ്ങനെ പ്രേമിച്ച് നടന്ന് കെട്ടിയതൊന്നുമല്ല. ഇഷ്ടപ്പെട്ടു, ആലോചിച്ചു, കെട്ടി. അപ്പോൾ അന്ന് ആ എൻജോയ് ചെയ്തെങ്കിൽ കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത്, ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്ത്, നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത്, അങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വേണമല്ലോ. അങ്ങനെ നടക്കേണ്ട സമയത്താണ് ഞാൻ അങ്ങനെ ആയത്. കോളേജ് കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും ഇതുമായി. പിന്നെ കുറച്ച് നാൾ ഒന്നും ഇല്ല, സീരിയൽസ് അങ്ങനെയുള്ള കാര്യത്തിൽ തിരക്കായി. അപ്പോൾ സീരിയലും കാര്യങ്ങളൊക്കെ ആയി. ലൈഫ് ഉത്തരവാദിത്തങ്ങളിലേക്ക് വീണ്ടും അധ്വാനങ്ങളിലേക്ക് പോയി. സീരിയൽസ് അറിയാലോ, ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടാണ്. ഡേയിൽ ഷൂട്ട്, നൈറ്റിൽ ഡബ്ബിങ്. അപ്പോൾ അങ്ങനെ ഹെക്റ്റിക്കായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു 10, 26, 27 വയസ്സാകുമ്പോൾ സുജിത്തിനെ കണ്ടുമുട്ടി. 20 വയസ്സ് കഴിഞ്ഞ് പിന്നെ 26. വെരി ഗുഡ്. അപ്പോൾ യു അണ്ടർസ്റ്റുഡ് ഒരുപാട്. അതാണ് നമ്മൾ ശരിക്കും കുട്ടികൾ അറിയേണ്ടതും. നമ്മളൊരു വീട്ടിൽ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അണ്ടർസ്റ്റാൻഡിങ് വേണം, പിടിച്ചു നിൽക്കണമെന്ന് പറയുന്ന അച്ഛനമ്മമാരോട് എനിക്ക് പറയാം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ അങ്ങനെ ചെയ്യില്ല കേട്ടോ. പക്ഷെ എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യണം കുട്ടി. എനിക്കത് കാണുമ്പോഴാണ് വിഷമം. ഒരു വാക്ക് നമ്മൾ എവിടെയെങ്കിലും നമുക്കൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് എനിക്കിത് വായിക്കുമ്പോൾ. യുനോ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു നിങ്ങളുടെ രണ്ടുപേരും കയ്യിൽ ഒരേ മാതിരി ചിത്രപ്പണി ഉണ്ടല്ലോ. ഒരേ മാതിരിയല്ല, ഇതിൽ ഞാനും അവളും. കുട്ടി ഇതിനൊക്കെ വേദനിക്കില്ലേ ചെയ്യുമ്പോ? ബെസ്റ്റ്. ഒരെണ്ണം അല്ല, അവളുടെ കൈ മുഴുവൻ അതാ. ഇതുണ്ടോ ഇപ്പൊ ഒരെണ്ണോട് ചെയ്തില്ലടി ഇവിടെ.
അതെ Porsche 918 Spider, Oh my god. 600 plus horsepower. അവർക്ക് കാറിന്റെ ക്രേസ് ഉണ്ട്. കാറിന്റെ റീസൺ ഇതാണോ മറ്റേ ഡ്രീം കാർ? ഇത് പ്രൊഡക്ഷൻ നിർത്തി, ബട്ട് ഇതിലാണ് ഞാൻ കാറിനെ പ്രണയിക്കുന്നത്. ഇത് കാറിനാണ്. കാറിനെ പ്രണയിക്കുന്ന കുട്ടി. സത്യം ഞാൻ പറയുന്നു, ഇതിനെ ഇവിടെ സത്താനം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസ് മറന്നുപോയിന്ന്. അല്ല ഈ അപ്പോൾ ഈ ടാറ്റു ഇത് ദിസ് ഇസ് വെരി നൈസ്. ആക്ച്വലി എനിക്കിതൊന്നും ചെയ്യാനുള്ള അത്ര എന്താ ഇതില്ല, എന്താ പറയുക, എനിക്ക് വേദനിക്കും. ഇതെന്താ അറിയൂടാ, ഇവള് ഫസ്റ്റ് പോയല്ലോ ഫ്ലോറൻസിലേക്ക് പോയ സമയത്ത് ദുഃഖം, എന്നെ കുട്ടി കുറേ നാൾ മാറി നിൽക്കുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സെപ്പറേഷൻ ആൻഡ് ആക്സൈറ്റി ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ട് ചെയ്തു. അന്ന് ചെയ്ത് കുറച്ച് ഇത് ആദ്യം തുടങ്ങുമ്പോൾ ഒരു വേദനയുണ്ട്, അതൊരു നം ഫീലാണ്, അതിന് അറിയില്ല. ഇതെല്ലാം ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അവള് തിരിച്ചു. ഞാൻ തിരിച്ചു വന്നു. അതെനിക്ക് മെഡിക്കൽ മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് തിരിച്ചു വന്നു. രണ്ടാമത് പോയതാണ് വീണ്ടും പോയത്. 2-3 മക്കളുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയൊക്കെ കുത്തണം? അങ്ങനെ കുത്തില്ലല്ലോ, ആ 2-3 ഉണ്ടെങ്കിൽ ഇത് കുത്തില്ല. ഇത് ഒന്നായതുകൊണ്ടല്ലേ പോയപ്പോ മിസ് ചെയ്തത്, മറ്റത് പോയപ്പോ മറ്റതുണ്ടല്ലോ അവിടെ. കൊള്ളാം, നൈസ് നൈസ് നൈസ്. അതെ. അല്ല അമ്മ പുതിയ സംരംഭമൊക്കെ തുടങ്ങിയില്ലേ? അതിനെ പറ്റി കേൾക്കട്ടെ. അത് പിള്ളൈസ് പെർസ്പെക്റ്റീവ് എന്നാണ് പ്രൊഡക്ഷന്റെ പേര്. നല്ല പേരാട്ടാ, പിള്ളേസ് പെർസ്പെക്റ്റീവ്. ഓഫ് കോഴ്സ്, പിള്ളൈസ് പെർസ്പെക്റ്റീവ്. What do you expect അല്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്ന ഫാമും പിള്ളാസ് ഫാം ആയിരുന്നു. അത് പക്ഷെ സുജിത്തിട്ടതാണ്, പിള്ളാസ് ഫാം ഫ്രഷ് എന്നിട്ട്. ഫാം ഉണ്ട്, പക്ഷെ ഞാൻ തൽക്കാലം അതൊന്ന്, ഈ ഫാമിംഗ് എന്ന് പറയുന്നത് ഒന്നാമത് നല്ല ദൂരമുണ്ട്, നമ്മൾ കൂടെ നിൽക്കണം, നല്ല ഇതും വേണം, ടൈമും കൊടുക്കണം, ക്ഷമയും വേണം, എല്ലാം വേണം. അത് എനിക്കിപ്പോൾ തൽക്കാലം അതില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം അത് ഫാം പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തുടങ്ങാമെന്നുള്ളത് പ്ലാൻ ചെയ്ത് നോക്കാം, അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. പിള്ളേഴ്സ് പെർസ്പെക്റ്റീവ്സ് വന്ന് ഇത് ചെയ്തു, അങ്ങനെ ഒരു പ്രൊഡക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഇതെന്ത് ചെയ്യും എന്നുള്ളതായി. ഇപ്പം നമുക്ക് ഒരു സിനിമ ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒരു ചെയ്യും, നമ്മുടെ കയ്യിൽ കാശ് ക്യാപിറ്റൽ വേണം നമ്മുടെ കയ്യിൽ. അതില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ആലോചന. അങ്ങനെയാണ് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പ് നമുക്കൊരെണ്ണം പ്ലാൻ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട്, ഷെയ്ഡ്സ് ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ മുരളിയേട്ടൻ, പിന്നെ ജിജോയ് രാജഗോപാൽ, ഇവർ രണ്ടുപേരും. ജിജോയ് ഇപ്പോൾ പാലാ മറ്റേ ഇവിടുത്തെ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറാണ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഇപ്പോൾ ആക്ടറാണ്, ഇപ്പോൾ ഒരുപാട് മറ്റേ കേരള ക്രൈം ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹവും മുരളിയേട്ടനുമാണ് വന്നിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചത്. പിന്നെ ആദ്യത്തെ കുട്ടികൾക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതായിരുന്നു, കുട്ടികൾക്ക് എന്ത് ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വെറുതെ അവർക്ക് ഇപ്പം ആക്ടിങ് മുരളിയേട്ടൻ പറയുന്നത് പഠിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല. ആക്ടിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മൾ പൊടിതട്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള എക്സസൈസാണ്. അതിന് നമ്മുടെ ഉള്ളിലുള്ള ചില ഈ അന്തരാത്മാവിനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ് ഈ ആക്ടിങ് വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആക്ടിങ് ഇങ്ങനെ അഭിനയിക്കൂ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് കുട്ടികൾ കുറച്ച് കൂടുതലായി. അപ്പോൾ ആ രണ്ടാമത്തെ ഇതിലേക്ക് തട്ടി, അതായത് ജൂലൈയിലേക്ക് തട്ടി, ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത കുട്ടികളെ വെച്ചിട്ട് ഞാനൊരു വെബ് സീരീസ് അനൗൺസ് ചെയ്തു. അപ്പോൾ അവർക്കൊരു ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു. ബോയിൽഡ് ഇൻ എന്നാണ്, ബോയിൽഡ് സ്റ്റോറീസ് എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. അത് ബോയിൽഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹെൽത്തി റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഹെൽത്തി ഫുഡ് കിട്ടുന്ന ബോയിൽഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ കുട്ടികൾക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല പല മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംവദിക്കാനുള്ളൊരു ടൈമും കൂടെ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വന്നത് റോജിനായിരുന്നു, ഹോമിൻ്റെ ഡയറക്ടർ റോജിൻ വന്നിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നത് നമ്മുടെ ക്രിസ്റ്റോ ടോമിയായിരുന്നു, ഉള്ളൊഴുക്കിൻ്റെ ക്രിസ്റ്റോ ടോമിയാണ് വന്നത്. പിന്നെ ബിബിൻ ജോർജ് വന്നിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, കോമഡി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ബിബി വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞതിൽ ഫസ്റ്റ് ഡേ വന്ന അടൂർ സാറാണ്. ഫസ്റ്റ് ഡേ അടൂർ സാർ വന്നു, സെക്കൻഡ് ഡേ ദിലീഷ് പോത്തൻ വന്നു, മൂന്നാമത്തെ ദിവസം പിഷു വന്നു. അപ്പോൾ അടുത്തത് കാലിക്കറ്റാണ് അനൗൺസ് ചെയ്തു ഓഗസ്റ്റ് ലാസ്റ്റ്. അതിൽ ലാലു ചേട്ടൻ വരുന്നുണ്ട്.
പിന്നെ സന്തോഷ് കീഴാറ്റൂരിനെ അറിയാം. സന്തോഷ് അവിടെ തന്നെ. അപ്പോൾ സന്തോഷിനെയും കൂടെ വെച്ചിട്ടൊരു സാധനം പ്ലാൻ ചെയ്തു, അനൗൺസ് ചെയ്തു. ഇനി ജീവിതത്തിൽ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, 2-3 സാധനം. പറയാൻ പറ്റില്ല. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതുമാണ്. എന്താ? ഹിമാലയത്തിൽ പോണോ? അങ്ങനെയാണോ? അല്ല, പറ. ആസ് ആൻ ആക്ട്രസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ആക്ഷൻ ആക്ട്രസ്. എനിക്ക് ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ ആ ആഗ്രഹം ഇനി നടക്കത്തില്ല, അതാണ് സംഭവം. ലളിത ചേച്ചി അല്ല, എനിക്ക് ഇർഫാൻ ഖാൻ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഓഫ്, എനിക്ക് അദ്ദേഹം പോയത് ഇവളടുത്ത് ചോദിച്ചറിയാം. അമ്മ കരഞ്ഞു. എൻ്റെ ബർത്ത്ഡേക്ക് അദ്ദേഹം മരിച്ച April 29. ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആക്ടറായിരുന്നു. അയാൾ മുഖം കൊണ്ടൊന്നും അല്ല അഭിനയിക്കുന്നേ. കണ്ണാണോ, അയാളുടെ ഡയലോഗ് മോഡുലേഷൻ ആണോ, എന്താ പീക്കൂലൊക്കെ. എനിക്ക് എൻ്റെ ഒരു വലിയ തീരെ നഷ്ടമായിരുന്നു അദ്ദേഹം മരിച്ചത് ശരിക്കും. ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, സർ ഐ ബീൻ ഇന്റർവ്യൂയിങ് സ്റ്റാർസ് ഫോർ ലാസ്റ്റ് 20 years. ആർന്റ് യു ബോർഡ്? നോ, ബിക്കോസ് ഈ മൊമെന്റ് വരണമെങ്കിൽ അത് ഇത്രയും കാലം കാത്തിരുന്ന മൊമെന്റ് ആയിരുന്നു പറഞ്ഞത്. ഇറ്റ് വാസ് നൈസ്. എനിക്കൊരു ആക്ട്രസ് എൻ്റെ ഒരു തീരാ നഷ്ടമാണ്, എനിക്ക് തിരിച്ചു കിട്ടാത്തൊരു നഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഇനിയൊരു പടം, മമ്മൂക്കയുടെ കൂടെ മഴയത്ത് മുമ്പേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ല, ഐ മീൻ മഴയത്ത് മുമ്പ് എൻ്റെ ഫസ്റ്റ് മൂവി ഗോളാന്തര വാർത്തയായിരുന്നു. അത് കഴിഞ്ഞ് മഴയത്ത് മുമ്പേ ചെയ്തു. ഈ 2 പടം ചെയ്യുമ്പോഴും എനിക്ക് മമ്മൂക്കയുടെ അടുത്ത് ഭയങ്കര ഒരു പേടി, റെസ്പെക്റ്റ് കൊണ്ടുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്, എൻ്റെ ഹാർഡ് കോർ ഫാനാണ് മമ്മൂക്ക. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു സിനിമ മമ്മൂക്കയുടെ കൂടെ ഫ്രീ മൈൻഡിൽ ചെയ്യണം. കാരണം ഇപ്പം മമ്മൂക്കയായിട്ട് നല്ലൊരു റിലേഷനാണ്. ഐ മീൻ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് വാട്ട് ഈസ് ഹീ എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. ഹൂ ഈസ് ഹീ, വാട്ട് ഈസ് ഹീ എന്നുള്ള മനസ്സിലായത്. അപ്പം നമുക്കിപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നത്, നമുക്ക് വീട്ടിലുള്ള ഒരാളുടെ പോലെ സംസാരിക്കാം. മമ്മൂക്കി അതുപോലെയാണ് തിരിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എനിക്ക് ഫ്രീ മൈൻഡായി. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ കൂടെ നിന്ന് ഒരു സിനിമയും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവളുടെ കൂടെ എന്തെങ്കിലും നെക്സ്റ്റ് ഒരു സാധനം പ്രോജക്റ്റ് ഇവളുടെ കൂടെ എന്താ ചെയ്യേണ്ടതോ? ഇവളുടെ കൂടെയോ? ഇവളുടെ കൂടെ ഒന്നും ചെയ്യാനില്ല. ഇവള് വല്ല പ്രോജക്റ്റും ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ. എനിക്ക് അല്ല, അങ്ങനെ ഞാൻ ചെയ്യരുത്. അവളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടണം. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രോജക്ട്സ് ഉദ്ദേശിച്ചെങ്കിൽ ഒരുപാട് നല്ലവർ കൂടെയുള്ളവർ പോയി. എക്സാക്ട്ലി അല്ലേ? ഒരു ലളിത ചേച്ചിയില്ലാത്ത ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ യു, ഞാൻ ലളിത ചേച്ചിയുടെ ഫോട്ടോ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. വാട്ട് ഈസ് ദാറ്റ് യു എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കൾ ഇത്രയും കൂടെ അഭിനയിച്ച ഒരാളായിട്ട് എപ്പോഴെങ്കിലും സ്വപ്നത്തിലോ? എപ്പോഴും വരും. ഒരുവിധം എല്ലാ ദിവസവും വരും. സീരിയസ്ലി, ഞാൻ നാളെ സിദ്ധുവിനോട് പറഞ്ഞു. അത് ഞാൻ കാണുന്ന ദിവസം മിക്കവാറും പണ്ടൊക്കെ ഞാൻ വിളിച്ചു സിദ്ധു, ഞാൻ ഇന്നലെ അമ്മനെ സ്വപ്നം കണ്ടു. ഇപ്പോൾ അതൊരു റുട്ടീൻ പോലെ ആയപ്പോൾ പിന്നെ ഇപ്പം ഞാൻ വിളിക്കാറില്ല സിദ്ധുവിനെ. ഇടയ്ക്കൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ കാണും. അത് ജീവിച്ചിരിക്കുന്നതായിട്ട് തന്നെ കാണുന്നത്. ഞങ്ങൾ വർത്തമാനം പറയുന്നതായിട്ട് ഇന്നാളെ എവിടെയോ ഞങ്ങൾ ഏതോ മലയുടെ മുകളിൽ നിൽക്കുന്നതൊക്കെ കണ്ടു. ഞാൻ കാണാറുണ്ട്. ഫ്രീ സ്പിരിറ്റ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ വടക്കാഞ്ചേരി വീട്ടിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണാറുണ്ട്. അടുത്ത് വന്നിരിക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിൽ. എനിക്ക് KPSC ലളിത അവാർഡ് ഉണ്ടായിരുന്നു, ലളിത പുരസ്കാരം ഉണ്ടായിരുന്നു. ഭരതൻ സ്മൃതിയിൽ ഭരതൻ സാർ വടക്കാഞ്ചേരി പോയിരുന്നു. തരുൺ മൂർത്തി ആയിരുന്നു ഭരത പുരസ്കാരം, ലളിത പുരസ്കാരം എനിക്കായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അഭിനയിക്കുന്നത് മാത്രമല്ല, പേഴ്സണലി എപ്പോഴെങ്കിലും ഈ ഒരു മിസ്സിങ് ഉണ്ടല്ലോ ഒരാൾ പോകുമ്പോൾ, എസ്പെഷ്യലി ലളിത ചേച്ചി, എന്തെങ്കിലും വാട്ട് യു ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിരുന്ന ഒരു നിമിഷം? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് ലളിതാമ്മയുടെ അവസാന കാലഘട്ടത്തെ അഭിനയ സമയത്തൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നതാണ്. എനിക്കിപ്പോഴും പറയുമ്പോൾ കണ്ണു നിറയും. എന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണത്. നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളാണെന്ന് പറയുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പം നീ തന്നെ പറഞ്ഞു KPSC ലളിത എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. KPSC ലളിതയെ കവച്ച് വയ്ക്കാൻ ഈ ഇൻഡസ്ട്രിയിൽ ആരും വന്നിട്ടില്ല എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു. ഇപ്പം ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കമൻസ് വരും, അവരോ ഇവരോ. ശരിയാണ്, സുകുമാരിയമ്മ നല്ല ഉഗ്രൻ ആക്ട്രസ്സാണ്, സംശയമില്ല, നിസ്സംശയം പറയാം. മീനാമ്മ, അങ്ങനെ ഒരുപാട് ഞാൻ എടുത്ത് പറയുന്നത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പം മമ്മൂക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലാലേട്ടനെ ഇഷ്ടമല്ല എന്നല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ പ്രിഫറൻസുകളുണ്ട്. അപ്പം KPSC ലളിത എന്ന് പറയുന്ന ആക്ട്രസിനെ കടത്തി വെട്ടാൻ ഇന്ന് ഒരു ആക്ട്രസ് ജനിച്ചിട്ടില്ല.
പക്ഷെ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് പലരും, ലളിതാമ്മ ഓർമ്മ വന്നു ആ അഭിനയം കണ്ടപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഓസ്കാർ കിട്ടിയതിൻ്റെ തുല്യമാണ്. KPC ലളിത, എനിക്കിപ്പോൾ വലിയ വലിയ നടിമാരുടെ പേരൊന്നും പറയണ്ട, എനിക്ക് KPC ലളിതയെ പോലെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സംഭവമാണ് എനിക്ക്. അപ്പം ലളിതാമ്മയുടെ അവസാന കാലഘട്ടത്തിൽ ലളിതാമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, കോവിഡ് സമയമായിരുന്നു, അന്നൊരു തമിഴ് പടം ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിൽ തട്ടിമുട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കൊക്കെ ഇച്ചിരി ഹെൽത്ത് വൈസ് കുറച്ച് വയ്യാണ്ടായി. ആ സമയത്ത് എന്നെ ഡെയിലി വിളിക്കുമായിരുന്നു, ഡെയിലി അവിടെ ആയിരുന്നപ്പോഴൊക്കെ വിളിക്കുമായിരുന്നു. അതിന് മുമ്പ് ഇങ്ങനെ പറയുമായിരുന്നടി, എന്നടി എന്നെ എന്താടി വിളിക്കാത്ത, എന്നെ വിളിക്കുന്നില്ലല്ലോ അവിടെ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാണ് വിളിക്കാത്തത്. 2, ഈ ഡയലോഗുകൾ കാണാതെ പറയണം, പ്രോംപ്റ്റിംഗ് ഇല്ലല്ലോ. ഈ കാണാതെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ പയ്യെ എന്നാലും വിളിക്കും കേട്ടോ. ഒരു ഷെഡ്യൂളിൽ 5-6 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും വിളിച്ചിരിക്കും. പക്ഷെ 2-3 ഷെഡ്യൂൾ അടുപ്പിച്ച് വിളിക്കാതായപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, എന്താടി വിളിക്കാത്തത്? അങ്ങനെ ഞാൻ നേരെ മനോരമയിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് വിളിക്കൂ, അത് ഒരു ആർട്ടിസ്റ്റിനെ എൻ്റെ പെയിൻ മനസ്സിലാവുള്ളൂ, ഒന്ന് വിളിക്കണം, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണം. അങ്ങനെ അമ്മ ലാസ്റ്റ് വന്ന് ചെയ്തിട്ട് പോയ അതിൻ്റെ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ചെയ്ത് അമ്മ പോയി. പിന്നെ നേരെ കോവിഡായി, തമിഴ് പടം ചെയ്യാൻ പോയി. ആ സമയത്തൊക്കെ ഡെയിലി വിളിക്കും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അപ്പോൾ വിളിക്കുമ്പോൾ അന്ന് കോവിഡിൻ്റെ ഫാമിങ്ങിൽ കുറച്ച് തിരക്കുള്ള സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാറില്ല, ഞാൻ തിരിച്ചു വിളിക്കും. അപ്പം കൂടെ നിൽക്കുന്ന ജോലിക്കാരി പറയുമായിരുന്നു, എന്തിനാ ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കണേന്ന് ചോദിക്കും. നിൻ്റെ ഫോണിൽ നിന്നല്ല വിളിക്കണേ, നിൻ്റെ ആരെയല്ലോ വിളിക്കണേ, ഞാൻ അവളെയല്ലോ വിളിക്കണത്, ഞാൻ വിളിക്കും, നീ ആരാ ചോദിക്കാനെന്നൊക്കെ പറയുമായിരുന്നു എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂസ് വിളിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം വിളി കാണാതായി. തിരിച്ച് വിളിക്കാമേ അമ്മ, ഞാൻ അവിടെ അമ്മ സെയിൽസിൽ നിൽക്കുമ്പോൾ വിളിക്കാമോ എന്ന് പറയും. ആ ശരി, നിനക്ക് പലരും സമയമില്ലല്ലോ എന്നൊക്കെ പറയും. ഇല്ലമ്മ ഞാൻ വിളിക്കാമോ, അവർ കട്ട് ചെയ്യും. ചിലപ്പോൾ പിന്നെ ഞാൻ തിരക്കിനിടെ വിട്ടുപോകും. അങ്ങനെ ഒരു 3-4-5-6 ദിവസം വിളിക്കാതായപ്പോൾ എന്ത് പറ്റി, വിളിച്ചില്ലല്ലോ, എന്താ സംഭവം എന്നറിയാൻ തിരിച്ചു വിളിച്ചു, ഫോൺ എടുത്തില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോഴാണ് സിദ്ധു പറഞ്ഞത് ഹോസ്പിറ്റലൈസ്ഡാണ്. അതെന്നെ വല്ലാതെ തളർത്തി. ബിക്കോസ് ആ സമയങ്ങളിലൊക്കെ അമ്മ വിളിച്ചപ്പോൾ എനിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ലോ, അത് നമ്മുടെ കയ്യിൽ. ഞാൻ അറിയുന്നില്ലല്ലോടാ അമ്മ ഇങ്ങനെ പോകും, അമ്മ ഈ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഏത് തിരക്കിലാണെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, റിപ്ലൈ ചെയ്യണം. അത് നമ്മുടെ അമ്മയാണെങ്കിലും നമുക്ക് അടുപ്പുള്ള ആരാണെങ്കിലും എന്നുള്ളത് മനസ്സിലാക്കിയത്. അമ്മ പിന്നെ കണ്ണ് തുറന്നിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതൊരു സ്വപ്നത്തിൽ വരണേ, മലയുടെ മുകളിലേക്ക് പോവാ, അതാണ് അത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അല്ല, അതുപോലെ തന്നെ ലളിത പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്തതാണ്. ആക്ച്വലി അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതെന്തോ ഫ്ലഡോ എന്തോ സംഭവം ഉണ്ടായിട്ട്, ഫ്ലഡല്ല, ഭൂമിയിൽ എന്തോ സംതിങ് ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ക്യാൻസലായിപ്പോയി. പിന്നെ ഇത് എനിക്കാണ് കിട്ടണേ. അപ്പോൾ ഫസ്റ്റ് എനിക്കാണ് കിട്ടണേ. അപ്പം ഞാൻ പറയായിരുന്നു സിദ്ധുവിനോട്, അവിടെ നിന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ അവൾക്ക് കൊടുത്താൽ മതി ആദ്യം, അല്ലാതെ വേറെ ആർക്കും നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് സിദ്ധു. അതാണ് എനിക്ക്, കാരണം ആദ്യം അത് അനൗൺസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്കിതേ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകണം, മുഖം എപ്പോഴാ പോവാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. സോ വാട്ട് ഈസ് ദാറ്റ് യു ഫീൽ അബൌട്ട് ഇൻ ദിസ് എൻറ്റയർ ഒരു ഇപ്പോൾ വാട്ട് ഈസ് ദാറ്റ് യു വോണ്ട് ടു നൗ? നാട്ടിലേക്ക് പഠിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു, സിനിമ ഇൻട്രസ്റ്റ് ഉണ്ടോ, അതുപോലെ സ്റ്റൈലിങ്ങിലാണോ ഇൻട്രസ്റ്റ്? വാട്ട് ഈസ് ദാറ്റ് യു വോണ്ട് ടു ഡു? I have always loved styling. എനിക്ക് ഫാഷൻ ഇഷ്ടപ്പെട്ടു. യു നോ വെൻ യു ഗ്രോ അപ്പ്, a lot of bullying and everything, so ഓട്ടോമാറ്റിക്കലി ഒന്ന് കോൺഫിഡൻസ് വരാനായിട്ട് യു ടേൺ ഇറ്റ് ടു ഫാഷൻ. അങ്ങനെ തുടങ്ങിയതാണ് എനിക്ക് ഫാഷനോടുള്ള ഒരു പ്രണയം. ബട്ട് ദെൻ വിചാരിച്ചതല്ല പഠിക്കുന്നത് നമ്മൾ ആരും. ലൈക്ക് യു ഡോണ്ട് എക്സ്പെക്ട് ആൻഡ് ഗോ. എക്സ്പെക്ട് ചെയ്തതല്ല വന്നത്. ബട്ട് ലൈക്ക് ഐ എൻജോയ്ഡ് എവറി സിംഗിൾ പ്രോസസ്. ഐ വർക്ക്ഡ് വിത്ത് the stylist of Euphoria, and that was a big thing for me. ഓരോരോ ബ്രാൻഡ്സിൻ്റെയൊക്കെ I'm a കുറേ അല്ല, ബട്ട് ഐ എം കൈൻഡ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് ഇൻ സർട്ടൺ വേസ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ കാണുമ്പോൾ ഐം ലൈക്ക്, ഓ മൈ ഡ്രീം, ഐ എം ലിവിങ് എ ഡ്രീം, യു നോ. അപ്പോൾ ബട്ട് ഐ ലൈക്ക് ഇറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ലവ് ടു ഡു. I'm not passionate about it. But film, I've always been passionate.
ലൈക്ക് അത് ഐ നോ സർട്ടൻ തിങ്സ്. ഒരാളും കൂടി വീട്ടിൽ ഇനി ഇതാപ്പോ ബിസി ആവാൻ പോവാ. ഞാൻ അച്ഛനോട് എസ്പെഷ്യലി അച്ഛനോട് സംസാരിക്കും. അച്ഛനും ഞാനും അച്ഛൻ നമ്മൾ എപ്പോഴും സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സുജിത്തിന്റെ അവിടെ ഇതുണ്ട്, ഹോം തിയേറ്റർ ഉണ്ട്. ഇവിടെ മെയിൻലി അവിടെ പോകുന്നത് സിനിമ കാണാനാണ്. സിനിമ കാണാൻ വന്നിട്ട് നമ്മൾ കഴിക്കും ഈ ലൈറ്റ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ എനിക്ക് അച്ഛൻ വിൽ ബി മോർ ഹാപ്പി ഇഫ് ഐ ആസ്കും കുറച്ച് ക്യാമറ വർക്ക്. നമ്മൾ അച്ഛൻ ഈ ഷോട്ട് അപ്പം അച്ഛൻ ആ ബ്രൈറ്റ് ഫേസ് ഞാൻ അങ്ങനെ കാണാറില്ല. അപ്പം അച്ഛൻ മക്കളെ ഇത് ജാന ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ നമ്മളേക്ക് ഓക്കെ ഇതേത് ക്യാമറ. ഇപ്പം ഞാൻ ഐമാക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, ഇതിൻ്റെ റേഷ്യോ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു. ആൻഡ് ഐ ലവ് സിനിമ, ഐ ലവ് ഇറ്റലി എന്നിപ്പോൾ തന്നെ ഫാഷൻ ഫിലിമൊക്കെ എടുക്കണമെങ്കിൽ ഐ യൂസ് ടു ഡയറക്ട് മൈ ഓൺ ഫിലിംസ് ആൻഡ് ഫാഷൻ ഫിലിംസ് ആൻഡ് ഐ ലവ്. ഈ ബ്രാൻഡിന്റെ പേരൊക്കെ പറഞ്ഞു, അമ്മയ്ക്ക് ബ്രാൻഡിന്റെ പേരൊക്കെ മനസ്സിലാവോ? ഞാൻ ഇപ്പൊ കുറെ പഠിപ്പിച്ചു കൊടുത്തു. ഇറ്റലി പോയപ്പോ അമ്മ ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനത്തെ ബ്രാൻഡ് തെറ്റി പറഞ്ഞേ കുറെ. ആദ്യം അത് എനിക്കും അറിയില്ലായിരുന്നു. പണ്ട് ലൂയിസ് വിറ്റൺ എന്ന് പറയും, ലൂയിസ്, പിന്നെ 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 ലൂയി വിത്തോൺ, അതെ ലൂയി വിത്തോൺ, പിന്നെ പിന്നെ ഈ വെസ്റ്റ് സെയിന്റ് ലോറന്റ് എന്നെല്ലാരും പറയും. ഇത് ആക്ച്വലി ഈവ് സെന്റ് ലോറന്റ്. It's France, it's French, it's Paris. നമുക്ക് വേണ്ട, എനിക്ക് ഇവിടുത്തെ ബ്രാൻഡ് പറഞ്ഞാൽ മതി. നമുക്ക് Kittex. Zudio. ഫാബിന്റെ ഇതൊക്കെ വായില് വരും. സന്തോഷമായി. അപ്പോൾ അതിൽ ചോദിക്കട്ടെ, ഒരാളെ ട്രസ്റ്റ് ചെയ്തൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ ബോയ് ഫ്രണ്ട് പാർട്ട്ണർഷിപ്പ് ഓർ സംതിങ് ഓർ യുവർ സിറ്റുവേഷൻഷിപ്പ്, അതൊന്നുമല്ല. ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും നിങ്ങൾക്ക്? ലൈക്ക് ഹൗ ഡു യു ജഡ്ജ് എ പേഴ്സൺ ദിസ് ഈസ് ഗുഡ് ഫോർ മീ ഓർ നോട്ട് യുവർ മോം ആൻഡ് ഡാഡ്? As I had like 7-8 friends. Now I have like 1 or 2 friends, in the past 3 years. ആദ്യം എല്ലാവരും കാണുമ്പോൾ എല്ലാവരും ലൈക്ക് യോ ബ്രോ വാട്സ്ആപ്പ് ഇങ്ങനെ ചിരിച്ച് ഹായ് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം നമ്മൾ വിചാരിക്കും ഓ ദേ ആർ ലൈക്ക് സോ ഫ്രണ്ട്ലി, ബട്ട് ഫ്രണ്ട്ലി ഡസൻ മീൻ ദേ ആർ ഫ്രണ്ട്. അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഐ തിങ്ക് യു മിനിമം നീഡ് 4 months ടു അണ്ടർസ്റ്റാൻഡ് സംവൺ. മിനിമം 5 മിനിറ്റ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എനിക്ക് ഒരു നെഗ് വൈബ് അടിക്കും. അപ്പം ഞാൻ എല്ലാ ഫ്രണ്ട്സിനെയും വീട്ടിൽ കൊണ്ടുവരും. അപ്പം അമ്മ ആദ്യമേ പറയും സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ ആരെയൊക്കെ സൂക്ഷിച്ചോന്ന് പറയുന്നത് അവരെല്ലാം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവര് കേൾക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? അതൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ജീവിതമാണ്. എന്നിട്ട് 4 മാസം കഴിയുമ്പോൾ അമ്മേ അവൾ അടിച്ചു. പക്ഷെ 3-4 വട്ടം കഴിയുമ്പോൾ താനെ നമുക്ക് കൊട്ടും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മുഖം ഓർമ്മ വരും. അതെ. ഹൗ സന്തോഷായി. അവൻ കേൾക്കുന്നുണ്ടല്ലോ, മദർ പവർ. സത്യം. ഇവര് പറയേ ഈ അമ്മമാരെല്ലാം ഒരുപോലെ ആണ്. പക്ഷെ അമ്മമാരെല്ലാം ഒരുപോലെ ആകുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മളെടുത്തിരുന്നത്. നമ്മൾ കേൾക്കുന്നില്ലേ? ദിസ് ഇസ് എ സൈക്കിൾ. ഇനി ഞാനും അങ്ങനെയൊക്കെ അച്ഛനല്ലെങ്കിൽ ഞാൻ അമ്മമാരെ കൈ കഴിയുമ്പോൾ നമ്മൾ ഇതേ കോൺവെർസേഷൻ സൈക്കിൾ. അതാണ്. ഇനി എന്താ പരിപാടി? അമ്മയുടെ കുറച്ച് കാശ് ചിലവാക്കണം. അതെ. കോൺവെർസേഷൻ. ഞാൻ വീട്ടിൽ പോവാണ്, ഷോപ്പിംഗ്. താങ്ക് യു. ബൈ.